അതുകൊണ്ട് ആരോടും ഇങ്ങനത്തുറുപ്പി തരിയെന്ന് പറഞ്ഞിട്ടല്ല വാങ്ങുന്നത്. നിങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി നല്ല സംഖ്യ നാളെ കവറിലിട്ട് തരണം. എല്ലാ കാര്യം ഇൻഷാ അല്ലാഹ് ഉസ്താദ് നിങ്ങൾ അറിയിക്കും. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ തരുന്ന കാശ് ഈ സ്ഥാപനത്തിനാണ് ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ എടുത്ത സ്ഥലത്ത് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കയറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ മജ്‌ലിസിലൊക്കെ ദുആ ചെയ്യുമ്പോൾ അതൊക്കെ ഫലിക്കും, അതൊക്കെ നടക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. അല്ലാഹു തആല എല്ലാ കാര്യം ബർക്കത്താക്കി തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദ് 4ാമത്തെ തവണയാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. ഇനിയും പല തവണ വരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാളെ പ്രത്യേകിച്ച് പറയാനുള്ള നാളത്തെ ദിവസം ഖുത്ബിയത്ത് എന്താണ് എന്നാണ് ഉസ്താദിന്റെ പ്രഭാഷണം. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഖുത്ബിയത്ത് നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഈ പരിസരത്തുള്ള പള്ളികളിലൊക്കെ, അതുപോലെ നിസ്കാര പള്ളിയിലൊക്കെ, കൂടുതലും വീട്ടിലൊക്കെ ഈ ഖുത്ബിയത്ത് നടക്കുന്ന ഒരു ഏരിയ നമ്മളെ ഏരിയ വളക്ക്. അപ്പൊ തീർത്തും ഖുത്ബിയത്ത് ചൊല്ലുമ്പം യാ ഔസി യാ മുഹീദ്ദീൻ എന്ന് വിളിക്കും. എന്താണ് കഥ ഇതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഖുത്ബിയത്തിനെ പറ്റി പഠിക്കാൻ അപ്പൊ തീർത്തും നല്ലൊരു അവസരമാണ് നാളെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നമുക്ക് അതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഖുത്ബിയത്ത് ചൊല്ലി ബഹുമാനപ്പെട്ട ചെല്ലൂർ തങ്ങൾ ദുആ ചെയ്യുമെന്ന് അറിയിച്ച് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا، زينة الحياة الدنيا، والباقيات الصالحات خير عند ربك ثوابا، خير عند ربك ثوابا وخير عملا وخير أملا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. سيأتي على الناس زمان
يربي الرجل فيه جروا خير له من أن يربي ولدا صدق محمد رسول الله صلى الله عليه وسلم. സർവാധരണീയരായ ഉസ്താദുമാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇന്ന് നമ്മളിവിടെ നടത്തുന്ന നാലാം ദിവസത്തെ പ്രഭാഷണം വളരെ പ്രധാനപ്പെട്ട അതിമഹത്തായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അതായത് നമ്മുടെ മക്കൾ, നമ്മുടെ മക്കൾ എന്ന ഈ വിഷയത്തിന്റെ പ്രാധാന്യം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. മക്കളെന്ന് പറയുന്നത് മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. പല വേദികളിലും ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിലെത്തുന്ന വലിയ ഒരു പരാതിയാണ്, ഉസ്താദേ, വർഷങ്ങളായി കല്യാണം ചെയ്തിട്ട് മക്കളില്ല എന്ന പരാതി. ഇന്നും ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം അതൊരു പരാതിയായി പറഞ്ഞില്ല. കാരണം അള്ളാഹുവാണ് മക്കളെ തരുന്നതും തരാതിരിക്കുന്നതും. അതുകൊണ്ട് പരാതിപ്പെടാൻ വകുപ്പൊന്നുമില്ല. അദ്ദേഹം പരാതിയായി പറഞ്ഞില്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ സുഹൃത്തിന് വർഷങ്ങളായിട്ട് മക്കളില്ല. അള്ളാഹു അദ്ദേഹത്തിന് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു കൊടുക്കട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് മക്കളെ നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പലയിടത്തും ചെല്ലുമ്പോൾ നമ്മള് മക്കളില്ല മക്കളില്ല എന്ന പരാതി കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മക്കളില്ലാതെ മനുഷ്യന് ജീവിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. മക്കളില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് തോന്നിപ്പോകും. അവിടെയാണ് ഞാൻ ഓതിയ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തിന്റെ പ്രസക്തി. വിശുദ്ധ ഖുർആനിന്റെ മുമ്പിലുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ വന്ന ഏതാനും ചില ആയത്തുകളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ഇന്നത്തെ ചർച്ച. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലത് പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഇന്ന് വ്യാഴാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവാണ്. നാളെ അൽ കഹ്ഫ് ഓതും അല്ലേ? നാളെ എല്ലാവരും അൽ കഹ്ഫ് ഓതും. അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നവന് സിറാത്ത് പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴൂലാന്ന ആഗ്രഹമുള്ളവരൊക്കെ ഓതുക. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം പല സദസ്സിൽ നിന്നും ഞാനിത് പറഞ്ഞതിന്റെ ഫലമായി വർഷങ്ങളായി ഒറ്റ ദിവസം വിട്ടുപോകാതെ ഒരു വെള്ളിയാഴ്ച ഒഴിവാക്കാതെ അൽ കഹ്ഫ് ഓതുന്ന ചെറുപ്പക്കാരുണ്ട്. സാധിക്കും, പക്ഷെ നമ്മുടെ വിഷയം ഇവിടെ ബാക്കിയാകുമെന്ന് കരുതിയിട്ടാണ്. മോമിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടാ പോരെ. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പം വെളിച്ചമില്ലാത്തവരാ താഴോട്ട് വീഴുകയാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന സാലിഹായ സുഹൃതങ്ങളാണ്, കർമ്മങ്ങളാണ്.
ആ സ്വാലിഹായ അമലുകളിൽ ഏറ്റവും വെളിച്ചമുണ്ടാക്കുന്ന ഒരു അമലാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കണം. സ്ഥിരമായി ഓതാത്തവർ നാളെ മുതൽ ഞാൻ മരിക്കോളും ഒരു വെള്ളിയാഴ്ച പടച്ചോനെ നീ എനിക്ക് തന്നാല് ഞാൻ അൽ കഹ്ഫ് ഓതിയിരിക്കും. ഞാൻ ചെറുവാടിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആ സദസ്സെന്നൊരു തീരുമാനം അങ്ങ് എടുത്തു, ഇനി അൽ കഹ്ഫ് ഓതാത്തൊരു വെള്ളിയാഴ്ച പടച്ചോനെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. സത്യമാണ്, വലിയൊരു സങ്കടമുണ്ട്. ഈ കൊല്ലത്തെ പ്രഭാഷണവേദി 10 ദിവസത്തെ പ്രഭാഷണവേദി വീണ്ടും തിരിച്ചെത്തുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഉസ്താദിനോട് പറയാനുള്ളതാണ്, ഒരല്പം സങ്കടവുമുണ്ട്. ഒരൊറ്റ വെള്ളിയാഴ്ച ചില തിരക്കുകൾ കാരണമായി ഓതാൻ കഴിഞ്ഞില്ല. അല്ലാത്ത മുഴുവൻ വെള്ളിയാഴ്ചയും ഞാൻ അൽ കഹ്ഫ് ഓതിയിട്ടുണ്ട്. ആ സഹോദരൻ പറഞ്ഞു, മുമ്പ് അത് ഓതാറില്ല. ഇത്തരത്തിലുള്ള ചെറിയ ഔട്ട്പുട്ടുകള് അല്ല, വലിയ ഔട്ട്പുട്ടുകള്, ഫലങ്ങള് സദസ്സിനുണ്ടാവണം. അപ്പോഴേ പ്രഭാഷണം നടത്തുന്നതിന് അർത്ഥമുള്ളൂ. എനിക്കും ഉണ്ടാവണം, നിങ്ങൾക്കും ഉണ്ടാവണം. പറയുന്ന എനിക്കും ഉണ്ടാവണം, കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്? നമുക്ക് അൽ കഹ്ഫ് ചർച്ചയായി വന്നപ്പോ അൽ കഹ്ഫിൽ ആയത്താ ചർച്ച എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞത്, ആരോ ഒരാൾ കേട്ടിട്ട് ഓതാൻ തുടങ്ങുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, 2 വർത്താനല്ലേ അതിന് മുടക്കുള്ളൂ. പക്ഷെ ഓതാൻ തുടങ്ങിയാൽ വലിയ നേട്ടല്ലേ. അപ്പൊ ഈ അൽ കഹ്ഫിൽ അല്ലാഹു തആല പറയുന്ന ഒരായത്ത് കാണാം, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. നാളെ അൽ കഹ്ഫ് ഓതുമ്പം കാണും, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. സമ്പത്തും മക്കളും എന്ന് പറയുന്നത് സീനത്തുൽ ഹയാത്തി ദുനിയാ. ആചാര്യ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. വെരി അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. സമ്പത്തും മക്കളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി. അൽഹംദുലില്ലാഹ്. പുത്തൂർ അബ്ദുറഹ്മാൻ ആജി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, അല്ലാഹു രണ്ടുപേർക്കും 2 ലോകത്തും അല്ലാഹു സന്തോഷം നൽകട്ടെ. കുടുംബത്തിലും സമ്പത്തിലും എല്ലാ ചുറ്റുപാടിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഹസനത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എപ്പോഴും ദീനിനെ സഹായിക്കുകയും ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നവരാകുമ്പോൾ അവരെ പരിഗണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മുത്തുനബി പറഞ്ഞു, മനുഷ്യനോട് നന്ദി കാണിക്കാത്തവന് അള്ളാഹിനോട് നന്ദി കാണിക്കാൻ പറ്റൂല. അപ്പൊ ദീനിനു വേണ്ടി സഹായിക്കുന്നവരെയും സഹകരിക്കുന്നവരെയും നമ്മൾ പരിഗണിക്കണം. അള്ളാഹു അവർക്കൊക്കെ കൂടുതൽ ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വിഷയം നമ്മുടെ മക്കൾ. നിങ്ങളൊന്ന് സ്വബറോടുകൂടി 2 മണിക്കൂർ ഒന്ന് ഇരുന്ന് കേൾക്കുക. സൂറത്തുൽ കഹ്ഫിലെ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഇത് മാത്രം ഒരാളുടെ തലയിൽ കയറി കിട്ടിയാൽ മതിയായ. ഒരു മനുഷ്യന് അവന്റെ മക്കളുടെ കാര്യത്തിൽ അവൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ബോധം ഉണ്ടാവാൻ. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും മക്കളും എന്ന് പറയുന്നത് സീനത്തുൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. സമ്പത്തും മക്കളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. നിങ്ങൾ കൃത്യമായി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ചിലപ്പോൾ കൃത്യമായി ഈ ആയത്തിനെ സമീപിക്കാത്തവർ, ഈ ആയത്തിന്റെ അർത്ഥതലത്തെ സമീപിക്കാത്ത ആളുകൾ തെറ്റായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും മക്കളും എന്നൊക്കെ പറയുന്നത് ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢികളാണ്. ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢികളാണ്, അല്ലെങ്കിൽ അഹങ്കാരങ്ങളാണ് എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കിയാൽ അത് ഭൗതിക ജീവിതത്തിന്റെ പത്രാസുകളാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. മറിച്ച് വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, അതല്ലേ ശേഷം വരുന്നത്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, എന്നാൽ
എന്നും നിലനിൽക്കുന്ന സുഹൃതങ്ങൾ, നഷ്ടപ്പെടാതെ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന സുഹൃതങ്ങളില്ലേ, അതാണ് കേട്ടോ ഖൈറുൻ ലക സവാബ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബ. നിന്റെ റബ്ബിന്റെ അടുത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായത് നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം പോലെയുള്ള ബാഖിയാത്തു സാലിഹാത്ത് എന്നും നിലനിൽക്കുന്ന സുഹൃതങ്ങളാണ്. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വ ഖൈറുൻ അമലാ. വ ഖൈറുൻ അമല, അമല് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്നാണ് അതിന്റെ അർത്ഥം. വഖൈറുൻ അമല, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാവുന്നതും ഇതിന് മാത്രമാണ്. വഖൈറുൻ അമല. എന്താണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം? ഞാൻ പറഞ്ഞത്, ഇതിനെ തെറ്റായി മനസ്സിലാക്കുന്നവരുമുണ്ട്, നേരാംവണ്ണം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയവരും ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? മക്കള്, സ്വത്ത്, ഇതൊന്നും പറ്റൂല. സ്വത്തും മുതലും ഒന്നും പറ്റൂല, സ്വത്തും മക്കളും ഒന്നും പറ്റൂല. നിങ്ങൾ വെറും നിസ്കരിച്ചും നോമ്പോറ്റും ഖുർആൻ ഓതിയും കൂടിയാ മതി എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അത് ഖുർആന്റെ യഥാർത്ഥ ആശയത്തോടുള്ള എതിരായ ആശയമാണ്. കാരണം ആരാ പറയാ മക്കള് ശ്രദ്ധിക്കപ്പെടാൻ പറ്റാത്ത സംഗതിയാണ് മക്കളുണ്ടാവണ്ടേ? സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹ് മക്കളെ കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? പാടില്ലാത്തൊരു സാധനമാണെങ്കിൽ മുത്തുനബിക്ക് അല്ലാഹ് കൊടുക്കുമോ? മുത്തുനബിക്ക് അത് അല്ലാഹ് കൊടുക്കുമോ? അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അൽ മാലു വൽ ബനൂൻ എന്ന് പറഞ്ഞാൽ സമ്പത്തും മക്കളും ഭൗതിക ജീവിതത്തിന്റെ ആഡംബരമാണ് എന്നർത്ഥം പറഞ്ഞിടത്താണ് തെറ്റുപറ്റിയത്. സീനത്തുൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുഫസ്സിറുകൾ അതിന് കൊടുത്ത അർത്ഥം ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് സ്വത്തും മക്കളും എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വത്തും മക്കളും ഒക്കെ ഉണ്ടെങ്കിലേ ദുനിയാവിലെ ജീവിതത്തിന് ഒരു ഹരമുള്ളൂ. അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോ. സമ്പത്തും വേണം, മക്കളും വേണം. 10 ഉറുപ്പ്യം കയ്യിലുണ്ട്, വീട്ടിൽ 4-5 മക്കളും ഉണ്ട്, നല്ല സന്തോഷമായി. സീനത്തുൽ ഹയാത്തി ദുനിയ. ഭൗതിക ജീവിതത്തിന്റെ കൊശി അത് പൂർത്തിയാവണമെങ്കിൽ മക്കളും സമ്പത്തും വേണം. പക്ഷേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലേക്ക് പോവാണ്. പക്ഷേ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ആഖിറം കിട്ടും, നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ് മക്കള്. അല്ലെ? മക്കള് നന്നായി നമ്മൾ മരിച്ചതിന്റെ ശേഷം ആ മക്കള് നമുക്ക് ദുആ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഉപകരിക്കുന്ന വേറെ ഏത് സൃഷ്ടികളാവുള്ളത്? അള്ളാന്റെ മഖ്ലൂക്കുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാണ്. അപ്പൊ മക്കള് നന്നായാൽ കാര്യം തന്നെയാ. മക്കളുണ്ടായാൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ആ മക്കളിൽ പടച്ചോനെ എനിക്കിവർ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷ അർപ്പിക്കാം. പക്ഷേ മക്കളിലുള്ള പ്രതീക്ഷയും മക്കൾ നിങ്ങൾക്ക് പ്രതിഫലാർഹമാകുമെന്ന് പറഞ്ഞതുമൊക്കെ അതൊക്കെ റെഡിയായെങ്കിലായി, ഒത്തെങ്കിലൊത്തു. അതേസമയം വൽ ബാഖിയാത്തു സാലിഹാത്തു എന്നും നിലനിൽക്കുന്ന സുഹൃതങ്ങള്, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സദഖ, സകാത്ത് പോലെയുള്ള അമലുകളില്ലേ, അത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിന്റെ റബ്ബിന്റെ അടുത്ത് ഏറ്റവും പ്രതിഫലാർഹമായത് അതാണ്. ഏറ്റവും പ്രതിഫലാർഹമായത് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ആദ്യത്തതും പ്രതിഫലാർഹമാണ്. ഏറ്റവും പ്രതിഫലാർഹമായത് ഇതാണ്. വഖൈറുൻ അമല, കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാവുന്നതും ഇതാണ്. അപ്പൊ ആദ്യത്തതും പ്രതീക്ഷ അർപ്പിക്കാം. മക്കളുണ്ടായാലും അൽഹംദുലില്ലാഹ് ഖബറിലേക്ക് കാര്യം കിട്ടും. പക്ഷെ ഉറപ്പിക്കണ്ട, പ്രത്യേകിച്ചും ഈ ആഖിർ സമാനിലൊക്കെ ആക്കെ ഉപകാരപ്പെട്ടെങ്കിലായി, അത്രക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഈ ദുന്യാവിന്റെ മക്കളെയും പിന്നാലെ ഓടിയിട്ട് ബാഖിയാത്തു സാലിഹാത്തിന് കോട്ടം തട്ടിക്കണ്ട. അതാ പടച്ചോൻ പറഞ്ഞത്. അത് നിനക്ക് ഉപകാരപ്പെടും, അത് നല്ലതാണ്. ഭൗതിക ജീവിതത്തിന്റെ രസവും അതിന് അന്തസ്സും ഖുശിയും ഭംഗിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് രണ്ടും വേണം. പക്ഷേ ഒരു കാര്യം, നിസ്കാരം മുടക്കി, നോമ്പ് മുടക്കി, ഖുർആൻ പാരായണം മുടക്കി, അള്ളാന്റെ ദീൻ ശ്രദ്ധിക്കാതെ നടന്ന് മുതലും സ്വത്തും മക്കളുമായിട്ട് കൂടിയാൽ അത് ആഖിറത്തിലേക്ക് നിനക്ക് ഭാരമാകും. ദാ പടച്ചോൻ പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല.
അതുകൊണ്ട് ഞാൻ പറയുന്നു, മക്കളും സമ്പത്തും എന്ന ശുഗലിൽ ദീനിന് കോട്ടം തട്ടിക്കരുത് കേട്ടോ മുഅ്മിനീങ്ങളെ. എന്റെ ലക്ഷ്യം ഇന്ന് ഈ ആയത്ത് വിശദീകരിക്കലല്ല, ഈ ആയത്തിന്റെ അർദ്ധഭാഗമാണ് നമ്മുടെ വിഷയം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മറ്റേതിലേക്ക് ഇപ്പൊ വരുന്നില്ല. അതിന്റെ ഉദ്ദേശ്യാർത്ഥം എന്താണെന്ന് പറയാനാണ് ഇത്രയും വിവരിച്ചത്. സമ്പത്തും മക്കളും എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. ഇത് ആഡംബരമല്ല, അലങ്കാരം. അല്ലെങ്കിലും സീനത്ത് എന്ന പദം എത്ര സുന്ദരമായ പദമാണ്, എത്ര സുന്ദരമായ പദമാണ് സീനത്ത്. സൗന്ദര്യം എന്നല്ലേ സീനത്തിന്റെ അർത്ഥം? ഭൗതിക ജീവിതത്തിന്റെ സൗന്ദര്യമാണ്, അലങ്കാരാണ് മക്കളും സമ്പത്തും. അപ്പൊ മക്കള് വേണം, മക്കള് വേണം. അതുകൊണ്ടാ സുഹൃത്തുക്കളെ, ദുസ്വഭാവിയായ പെണ്ണിനെ വെച്ച് പൊറുപ്പിക്കും അല്ലെ? പെണ്ണിപ്പിഞ്ഞ് കുറച്ച് സ്വഭാവമൊക്കെ മോശമായാലും വെച്ച് പൊറുപ്പിക്കുമെന്ന്, കെട്ടി കുടുങ്ങിയില്ലെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ചിലപ്പോൾ. അതൊക്കെ വെച്ച് പൊറുപ്പിക്കും. സുന്ദരിയല്ല, സൗന്ദര്യക്കുറവുണ്ട് എന്നതിന്റെ പേരിലും അവളെ പെട്ടെന്ന് തൊലാക്കിയല്ലൊന്നും വിടൂല. ആരോഗ്യക്കുറവിന്റെ പേരിൽ തൊലാക്കിയല്ലി വിടോ? ചെറിയ രോഗമോ മറ്റോ കാര്യമോ ഉണ്ട് എന്ന് കരുതിയിട്ട് തൊലാക്കിയല്ലി വിടോ? അതൊക്കെ നന്ദി കെട്ട മനുഷ്യന്മാരുടെ ലക്ഷണമാണ്. അതൊന്നും ചെയ്യൂല, അതൊക്കെ വെച്ച് പൊറുപ്പിക്കും. അത്തരം പെണ്ണിനെയൊക്കെ വെച്ച് പൊറുപ്പിക്കും. പക്ഷേ മനുഷ്യൻ സഹിക്കാത്ത ഒരു സംഗതിയുണ്ട്, മക്കളില്ലാത്ത പെണ്ണ്. അതെപ്പോഴും വേദനയായിരിക്കും. അവിടെയാണ് നല്ല സ്നേഹബന്ധമുള്ളതോടുകൂടെ തന്നെ ഏതു ചെയ്യും, വഴി പിരിയാറുണ്ട് ബന്ധങ്ങള്. ഇതിന്റെ അർത്ഥം മക്കളില്ലാത്ത ഭാര്യമാരെ മൊഴി ചൊല്ലണമെന്നല്ല, ചൊല്ലരുത്, ചൊല്ലരുത്. മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്, മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. അതേ സമയം ഏതു ചെയ്യുന്നു, ഭാര്യ ഭർത്താവിനാണ് കുഴപ്പം എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, എല്ലാം സഹിച്ച് ഭാര്യ നിൽക്കുന്നുവെങ്കിൽ ഓക്കെ, സമ്മതിക്കാം, വലിയ സന്തോഷമാണ്. ആ ഭാര്യക്ക് അല്ലാഹ് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലവും കൊടുക്കും, ആണ് സഹിച്ചാലും പെണ്ണ് സഹിച്ചാലുമൊക്കെ. പക്ഷേ ആ പെണ്ണ് ചോദിക്കുന്നു, നിങ്ങൾക്കാണ് മക്കളില്ലാത്തത്, അതുകൊണ്ട് എനിക്ക് മക്കളുണ്ടാവുമോ എന്ന് നോക്കാൻ എന്റെ ബന്ധമൊന്ന് വേർപ്പെടുത്തി ഞാൻ മറ്റൊരു ബന്ധത്തിലേക്ക് പോവട്ടെ എന്ന് ചോദിച്ചാൽ നല്ല മനസ്സുള്ള ഭർത്താവ് അതിന് സമ്മതം കൊടുക്കണം. സമ്മതം കൊടുക്കുകയാണ് വേണ്ടത്. അതേസമയം പുരുഷനെ സംബന്ധിച്ചിടത്തോളം മക്കളില്ലെങ്കിൽ കാലങ്ങൾ കുറെ ആയി, ഞാൻ അടുത്ത ഒരു കല്യാണം കഴിക്കട്ടെ അല്ലെ? ആണിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, വേറൊരു കല്യാണം കഴിക്കാൻ സമ്മതം ചോദിച്ചാൽ ഭാര്യ നൽകണം. അതാ വേണ്ടത്. അതൊക്കെ നല്ല മനസ്സുകളുടെ ലക്ഷണങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും എല്ലാം വെച്ചു പൊറുപ്പിച്ചാലും മക്കളില്ലാത്ത ദമ്പതികൾ പരസ്പരം ആ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തവരുണ്ട്, ഇടക്ക് കട്ട് ചെയ്ത് പോകുന്നവരുണ്ട്. എന്നും സങ്കടമായിരിക്കും അത്. ഇപ്പൊ മക്കളില്ലാതിരിക്കാന്ന് പറഞ്ഞാൽ വലിയ ഒരു സങ്കടമാണ്. ബഹുമാനപ്പെട്ട സക്കരിയ അലൈഹിസ്സലാം, നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം കണ്ടോ നിങ്ങള്, 120ാമത്തെ വയസ്സിലാണ് സക്കരിയ നബിക്ക് അല്ലാഹ് മക്കളെ കൊടുത്തത്. എന്തൊരു ഭംഗിയുള്ള സംഭവമാണത്. അതിങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഒരുപാട് പാഠമുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാത്ത സങ്കടം പടച്ചവനോട് പറയുന്നു. ഞാൻ പറയുന്നു, ഈ 40-50 ഒന്നും വയസ്സായവർ സങ്കടപ്പെടല്ലേ. അല്ലെങ്കിൽ വളരെ ചെറിയ കാലം മാത്രമേ കല്യാണം കഴിച്ചിട്ടായിട്ടുള്ളൂ, എന്നിട്ടും സങ്കടപ്പെടുകയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ചങ്ങാതി ഒരുക്ക വന്നിട്ടൊരു സുഹൃത്ത് ചെറുപ്പക്കാരനാ പൊട്ടിക്കറിഞ്ഞു, അതെ ഇതുവരെ മക്കളുണ്ടായിട്ടില്ല, ദ്വാരക്കണം. ഞാൻ ചോദിച്ചു, എത്രയായി മോനെ കല്യാണം കഴിഞ്ഞിട്ട്? എന്നോട് പറഞ്ഞു, 8 മാസമായി ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട്. മക്കളുണ്ടാവാത്തതിന് പരാതി പറയാ, 8 മാസമായി ഉസ്താദേ. ഇത് കേട്ടപ്പോ എനിക്ക് അയാളെ പറ്റി ഒന്ന് പഠിക്കണമെന്നായി. ഇങ്ങനെ ഒരാള് 8 മാസമാകുമ്പോഴേക്ക് കരയാൻ. അപ്പൊ കേട്ടു നോക്കുമ്പോ അയാളുടെ 2 ജ്യേഷ്ഠന്മാർക്കും മക്കളില്ല. ആ ഭീതിയാണ് ഇയാളെ വേട്ടയാടുന്നത്. 2 ജ്യേഷ്ഠന്മാർക്കും മക്കളില്ല വർഷങ്ങളായിട്ട്. അപ്പൊ ആ ഭീതി ഇയാളെയും വേട്ടയെ, ഇയാൾ ഇപ്പൊ തന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയാണ്. പിന്നെ എങ്ങനെയാ പഠിച്ചോണ്ട് കൊടുക്കുക? തുടങ്ങുമ്പോഴേക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങാണ്. ഞാൻ ആദ്യം അങ്ങ് ചിരിച്ചുപോയി, കാരണം ഇയാൾ 8 മാസമായി ഇയാളെ നിലവിളിച്ചപ്പോഴേ. അപ്പൊ ഇങ്ങനെ കരഞ്ഞപ്പോ പിന്നെ ഒന്ന് അന്വേഷിച്ചതാ, എന്തുകൊണ്ടാണാവോ ഈ സഹോദരൻ ഇങ്ങനെ കരയാൻ കാരണം.
ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു 8 മാസം എന്ന് പറയുമ്പോൾ 8 വർഷമെന്ന് ചോദിച്ചു. അല്ല, മാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടപ്പെടല്ലേ. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ചോദിക്കുക. കണ്ട നിങ്ങൾ സക്കരിയ നബി അലൈഹിസ്സലാം എത്ര കാലം ദുആ ചെയ്തു. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. റബ്ബേ, നീ എന്നെ ഒറ്റാന്തടിയാക്കല്ലേ. എന്റെ രക്ഷിതാവേ, നീ എന്നെ ഒറ്റാന്തടിയാക്കരുത്, എന്നെ ഒറ്റക്കാക്കരുത്, എന്റെ കാലശേഷം ഒരു അനന്തരാവകാശികളും ഇല്ലാതെ പോകരുത്, എന്റെ ജീവിതം എന്നോടുകൂടെ തീർക്കരുത്. നീ ഏറ്റവും നല്ല അനന്തരാവകാശികളെ തരുന്നവനാണ്. എത്ര കാലാണ് സക്കരിയ നബി ദുആ ചെയ്യുന്നത്. എന്നിട്ടും സക്കരിയ നബി പ്രതീക്ഷയോടെ ദുആ ചെയ്തു. അങ്ങനെയാണ് ഒരു ദിവസം സക്കരിയ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലെ പ്രയർ ഹാളില്, പ്രാർത്ഥനാ മുറിയില്, പ്രത്യേകം മറിയം ബീവിക്ക് തയ്യാറാക്കിയ പ്രാർത്ഥനാ മുറിയിലാണല്ലോ മറിയം ബീവി ഉള്ളത്. ഉമ്മ പള്ളിയിലേക്ക് അന്ന് നേർച്ചയാക്കി ആൺകുട്ടിയായിരിക്കുന്നു കരുതി, സംഗതി പെൺകുട്ടിയായി. അതിന്റെ പേരിലാണല്ലോ പള്ളിയിലെ പ്രത്യേക റൂമിലെത്തിയത്. പള്ളിയോട് ചേർന്നുള്ള ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പരിപാലിച്ചിരുന്നത് സക്കരിയ അലൈഹിസ്സലാമാണ്. ആരാ സക്കരിയ നബി? മറിയം ബീവിയുടെ ഇത്താത്തയുടെ ഭർത്താവാണ്, അളിയങ്കാക്കയാണ്. നബിയായ തന്റെ കയ്യിൽ തന്നെ കൊടുക്കണം മറിയമിന്റെ സംരക്ഷണം. പടച്ചോന്റെ നിർബന്ധം അങ്ങനെയാണ്. അങ്ങനെ എന്ത് ചെയ്തു? മറിയം ബീവിക്ക് ഭക്ഷണമൊക്കെ എത്തിക്കാറുള്ളത് സക്കരിയ നബിയാ. സക്കരിയ നബി ഇങ്ങനെ ഭക്ഷണമായിട്ട് വരുമ്പോ പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണും. ആ സീസണിൽ അങ്ങാടികളിൽ എവിടെയും ലഭിക്കാത്ത, നാട്ടിലെവിടെയും കിട്ടാത്ത പഴവർഗ്ഗങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മറിയമിന്റെ തീൻമേശയിൽ കണ്ടപ്പോ അത്ഭുതത്തോടുകൂടെ സക്കരിയ നബി ചോദിച്ചു, എവിടെന്നാ അന്നാലക്കിയ മറിയം, അന്നാലക്കി ഹാദായ മറിയം, മറിയമേ ഇത് എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക്? മറിയം പറഞ്ഞു, മിൻ ഇൻദില്ലാ, പടച്ചോൻ ഇറക്കി തന്നു. മറുപടി, പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടിയ നേരം മറിയം ബീവിക്ക് അള്ളാഹ് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇതാണ്ട് കണ്ടപ്പം അവിടെയാണ്, ഇനി കേട്ടോ, ഹുനാലിക ദഅ സക്കരിയ, അവിടെ വെച്ച് പടച്ചോനെ മറിയം ബീവിക്ക് നേരം അവിടുത്തെ തീന്മേശയിലേക്ക് ഈ സീസണിൽ ലഭ്യമല്ലാത്ത പഴവർഗ്ഗങ്ങളും ഭക്ഷണവും ഇറക്കി കൊടുക്കാൻ കഴിയുന്ന റബ്ബേ, 120ാമത്തെ വയസ്സിലാണെങ്കിലും എനിക്കൊരു കുട്ടിനെ തരുന്നത് നിനക്ക് പ്രയാസാണോ? സക്കരിയ നബി ചോദിക്കുകയാണ്. ആ ഒരു ഉറപ്പോടുകൂടെ ആ ചോദ്യം ഹുനാലിക, അവിടത്തിൽ നിന്ന് അവിടെ വെച്ച് ചോദിച്ചു. ഹുനാലിക ദഅ സക്കരിയ റബ്ബ, സക്കരിയ നബി അവിടെ വെച്ചങ്ങ് ദുആ ചെയ്തു. ആ ദുആയിനെ കുറിച്ചാണ് സൂറത്ത് മറിയം പറയുന്നത്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച് വളരെ സ്വകാര്യമായി പറഞ്ഞ സമയം നബിയെ തങ്ങളൊന്നോർക്കണം. അല്ലാഹ് പറയാ, സക്കരിയ നബി പടച്ചോനോട് സ്വകാര്യമായിട്ട് പറഞ്ഞ ആ സന്ദർഭം നബിയെ തങ്ങളൊന്ന് ഓർക്കണം. എന്തിനാ ഈ സ്വകാര്യമായിട്ട് പറഞ്ഞത്? ആരും കേൾക്കാതെയാ പറഞ്ഞത്. കാരണം 120ാമത്തെ വയസ്സിൽ ഒരാള് കുട്ടി ഉണ്ടാകാൻ ദ്വാരക്കുന്നത് കണ്ട ആൾക്കാരൊക്കെ പറയും ഇയാൾക്ക് സുഖമില്ലാന്നില്ലേ. സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചോനെ മാത്രം അറിയിച്ചുകൊണ്ട് പടച്ചോനോട് പറയാണ്, പടച്ചോനെ നീ അറിയല്ലോ സംഗതി. എന്നിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം ദ്വാരക്കുന്നത് എന്താണെന്നറിയോ? പടച്ചോനെ എനിക്ക് നീ ഒരു കുട്ടിയെ തരണം, ഒരു വാപ്പയാകാനുള്ള യോഗ്യത എമ്പാടും എനിക്കുണ്ട് എന്നല്ല സക്കരിയ നബി പറയുന്നത്. കേട്ടോ സക്കരിയ നബിയുടെ പ്രാർത്ഥന? ഇങ്ങനെ ചോദിക്കും, പടച്ചോനോട് തരും. സക്കരിയ നബി പറയുന്ന ആ പ്രാർത്ഥനയെ നോക്ക്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅലർ റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. എത്ര നല്ല വാക്ക്! ഞാൻ ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പം മഹാന്മാരുടെ തഫ്സീറുകളും ഇങ്ങനെ വായിച്ചപ്പോ വിചാരിച്ചു, റബ്ബേ, സക്കരിയ നബിക്ക് അള്ളാഹു എന്ന് തോന്നിപ്പിച്ചു കൊടുത്ത വചനങ്ങളാ അതൊക്കെ. സക്കരിയ നബി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടത് എന്താണെന്നറിയോ? ആ ആള് അള്ളാന്റെ മുമ്പിൽ കൊച്ചാവണം, ചെറുതാവണം. അള്ളാനങ്ങട്ട് വലുതാക്കിയിട്ട് അവനങ്ങട്ട് ചെറുതാവണം. ഇതാണ് സക്കരിയ നബി ചെയ്യുന്നത്. റബ്ബി, എന്റെ നാഥ, ഇന്നി വഹനൽ അദ്മു മിന്നി,
എന്റെ എല്ലുകളൊക്കെ ക്ഷയിച്ചു പോയി. 120-ാമത്തെ വയസ്സിലല്ലേ ദ്വാരക്കുന്നത്. എന്റെ എല്ലുകളൊക്കെ ക്ഷയിച്ചിരിക്കുന്നു, എല്ലിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു പടച്ചോനെ. ഇനി എനിക്കൊരു കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സംഗതിയാണ്. എന്റെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബ. മാത്രമല്ല എന്റെ തല നരച്ച് കത്തിപ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നരച്ച് നരച്ച് തിളങ്ങുന്നു, കത്തിപ്രകാശിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തലയാണെങ്കിൽ കുമ്പളങ്ങ പോലെ നരച്ചിരിക്കുന്നു. പടച്ചോനെ എന്റെ തല കുമ്പളങ്ങ പോലെ നരച്ചിരിക്കുന്നു. എല്ലുകൾക്കൊന്നും ഫലമല്ല, കൈകാലുകൾക്കൊന്നും ശക്തിയില്ല, വയസ്സൊരുപാടായില്ലേ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്റെ നാഥ ഞാൻ ഇന്നുവരെ തോറ്റിട്ടില്ല. കണ്ടോ, നിന്നോട് ദ്വാരന്നിട്ട് ഇന്നുവരെ ഞാൻ തോറ്റിട്ടില്ല. ചിലര് ചെറിയ വിഷമം വന്നാൽ മതി, എന്താ ഉസ്താദേ ആകെ ക്ഷീണാണ് അല്ലെ. കച്ചവടത്തിൽ ക്ഷീണം വന്നാൽ മതി, അല്ലെങ്കിൽ ജോലിയിൽ ചെറിയൊരു ക്ഷീണം വന്നാൽ മതി. എത്ര മജ്‌ലിസിൽ ദ്വാരപ്പിച്ചു, എത്ര പറഞ്ഞു, പഠിച്ചോൻ ഒരു മൈൻഡും ഇല്ല. ഈ കാര്യം ഒന്നും പരിഹരിക്കണ യാതൊരു മട്ടുമില്ല. അങ്ങനെ പോകണം, പറയരുത്. എപ്പോഴും പറയേണ്ട എന്താ അറിയുന്നത്, സക്കരിയ നബിയുടെ വാക്ക് പാടാണ്, എന്റെ നാഥ ഞാൻ ഇന്ന് വരെ നീ ചോദിച്ചതൊന്നും നിന്നോട് കിട്ടാതിരുന്നിട്ടില്ല. കുറെ കാലായി സക്കരിയ നബി ദ്വാരക്കാൻ തുടങ്ങുന്ന റബ്ബിലാത്ത തന്നെ ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. എന്നിട്ടും പറയാണ് വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ. അങ്ങനെയാ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുമ്പോഴൊക്കെ പടച്ചോനെ ഞങ്ങൾ ചോദിച്ചിടത്തോളം നീ തന്നിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ പറയുന്നത് നീ കേൾക്കണമെന്ന് പലപ്പോഴും ദ്വാരക്കാറുണ്ട്. ദ്വാരക്കണം. കാരണം എന്താ, നമ്മൾ വിചാരിക്കുമ്പോൾ എങ്ങനെ ഇത് ഉത്തരം കിട്ടിയെന്ന് പറയാം. ദ്വാരന്നിട്ട് ഒരാൾ തോൽക്കും. റസൂലുള്ള പറഞ്ഞു ദ്വാരന്നാൽ എന്തായാലും അതിന് ഉത്തരം ഉറപ്പാണ്. മൂമിനായ മനുഷ്യനാണോ ദ്വാരുന്നത്, ദ്വാക്ക് ഉത്തരം ഉറപ്പാണ്. നബി പറഞ്ഞു ഒന്നുകിൽ ആ ചോദിച്ചത് കൊടുക്കും. നമ്മൾ പറഞ്ഞത് എന്താണ്, എന്റെ കുട്ടിനെ കെട്ടിക്കാനായിട്ടുണ്ട്, അതൊന്ന് നടത്തി തരണം, ഭംഗിയായിട്ട് എന്റെ കുട്ടിന്റെ മകളെ കല്യാണം നടത്തി തരണം. അതേ 10 കൊല്ലമായി ദ്വാരക്കൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കുട്ടി പൊരേ തന്നെയാണ്. ഈ ദ്വാക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. എങ്ങനെ? റസൂലുള്ള പറഞ്ഞു ചിലപ്പോൾ ചോദിച്ചത് കൊടുക്കും. ഇവിടെ കുട്ടിനെ കെട്ടിച്ചില്ല, അപ്പൊ ചോദിച്ചത് കിട്ടിയിട്ടില്ല. പക്ഷെ നബി പറഞ്ഞു എപ്പോഴും ചോദിച്ചത് തന്നെ കൊടുക്കലല്ല, ചിലപ്പോൾ അവൻ ചോദിച്ചത് ഒരു നിഅമത്താണ്, പക്ഷെ അള്ളാഹു അവന്റെ ഒരു വലിയ ഈ ചോദ്യക്കാരനായിട്ട് അതായാലും മതിയല്ലോ. കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അതിലേറെ വലിയ ഒരു ദുരന്തം ചിലപ്പോൾ അങ്ങ് തട്ടിക്കളയും. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതില്ലെങ്കിൽ അവന് വേണ്ടി ആ ദുആഇന്റെ പ്രതിഫലം എടുത്ത് സൂക്ഷിച്ചു വെക്കും. ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അവിടുന്ന് ഇങ്ങനെ കിട്ടുമ്പോഴേ ആഖിറത്തിൽ നമ്മൾ ദ്വാരുന്ന ദ്വാക്ക് ഉത്തരം കിട്ടുമ്പോ അപ്പൊ മൂമിനായ മനുഷ്യനാണോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദഅവത്തുൽ മുഅ്മിനി ലാ യളില്ലു യഹ്ദാ സലാസ്. ദഅവത്തുൽ മുഅ്മിൻ ലാ തളില്ലു യഹ്ദാ സലാസ്. മൂന്നാലൊന്ന് നഷ്ടപ്പെട്ടു പോകൂല എന്ന ദഅവത്തുൽ മുഅ്മിൻ, മുഅ്മിന്റെ ദുആക്ക് മൂന്നാലൊന്ന് നഷ്ടപ്പെട്ടു പോകൂല. അത് വിശദീകരിച്ചു റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെയൊക്കെ ആവാം, ആ അർത്ഥത്തിലൊക്കെ ആവാം ഈ പറഞ്ഞത്. അപ്പൊ എന്റെ ശാരീരികമായി ആലോചിക്കുമ്പോ എന്റെ പോരായ്മകൾ എമ്പാടുണ്ട്. എന്റെ ശരീരത്തിന്റെ ബലമൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇനി മക്കളുണ്ടാവുക എന്നുള്ളൊരു സംഗതിയൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ.
തലയൊക്കെ നരച്ച് കുമ്പളങ്ങ പോലെ നരച്ചിരിക്കുന്നു പടച്ചോനെ. പക്ഷെ നീ തരാൻ മതിയായവനാണ്. ശാരീരിക ഫിറ്റ്നസ് ഇല്ലെങ്കിലും ഫിറ്റ്നസ് അടിസ്ഥാനപ്പെടുത്തിയല്ല ചോദിക്കുന്നത്. അത് തരാനുള്ള ശാരീരിക ഫിറ്റ്നസ് എനിക്കില്ലെങ്കിലും പടച്ചോനെ നീ തരാൻ മതിയായവനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അള്ളാന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, എന്റെ കഴിവുകൊണ്ട് ചോദിക്കല്ല, നിനക്ക് തരാൻ പറ്റുന്നുള്ള ഉറപ്പിലാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കണം. സക്കരിയ നബി അങ്ങനെ ചോദിച്ചു. അല്ലാഹു തആല കൊടുക്കാൻ പോവാണ്. അത് കേൾപ്പിക്കാനാണ് ഇപ്പൊ ഞാൻ അത് പറഞ്ഞുകൊണ്ടുവരുന്നത്. പക്ഷെ ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, അതൊന്നും അങ്ങോട്ട് പഠിപ്പിക്കാന്ന് കരുതിയിട്ടാണ്. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا പടച്ചോനെ എന്റെ പിറകിൽ വരാനുള്ള ബന്ധുക്കളെ ഞാൻ ഭയപ്പെടുന്നു. സക്കരിയ നബി പറയാം. എന്തിനാ സക്കരിയ നബി മക്കളെ ചോദിക്കണത്? എന്റെ പിറകിൽ വരാനുള്ള ബന്ധുക്കളുടെ കാര്യത്തിൽ എനിക്ക് ബേജാറാകുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്റേതായ കുട്ടികളില്ലെങ്കിൽ എന്റെ സ്വത്തിനും മക്കൾക്കും വകുപ്പിനും ഒക്കെ മക്കളെ ആളായിട്ട് വരാനുള്ളത് എന്റെ കുടുംബക്കാരാണ്. അവരെ ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ നമ്മളെപ്പോലുള്ള ഒരാളാവാൻ പറ്റുമോ ഒരു നബി? ഇതൊക്കെ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഉണ്ടാകുന്ന ടെൻഷനാ. ഏത് പഠിച്ചോനെ ആണോ പെണ്ണോ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ അല്ലെ, ഇനി പെൺകുട്ടികൾ ഉണ്ടായാലും പോരാ, ആൺകുട്ടികൾ ഒരാൺതരിയെന്നെങ്കിലും ഇല്ലെങ്കിൽ വേഗം ഇതൊക്കെ ഓരോരുത്തരെ പേരിലാക്കി കൊടുക്കും അല്ലെ, പേടിച്ചിട്ടേ. ജ്യേഷ്ഠം കൊണ്ടുപോകും, അഞ്ചും കൊണ്ടുപോകുന്ന പേടിച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ പേടിയൊക്കെ ഇപ്പൊ ഒരു നബിക്ക് ഉണ്ടാവാൻ പാടുണ്ടോ? നബി എന്താ മവാലിയമിൻ എന്ന് പറഞ്ഞത്? അതിന് കാരണമുണ്ട്. അതെന്താ? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കുടുംബാംഗങ്ങളിൽ പലരും ദീനുമായി ബന്ധമില്ലാത്തവരാണ്. അപ്പൊ റബ്ബേ, ഞാൻ നിന്റെ മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ ഞാൻ ഉണ്ടാക്കിയ പണം അത് എന്റെ കാലശേഷം ആരെങ്കിലുമൊക്കെ ഓഹരി വെച്ചെടുത്ത് അവരത് ദീനിനെതിരെ ദുരുപയോഗം ചെയ്യുന്നത് എനിക്ക് സഹിക്കില്ല. അതാ പ്രശ്നം. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ. അവിടെയാണ് ഈ പ്രാർത്ഥന വരുന്നത്. എന്നിട്ട് പറഞ്ഞു വക്കാനത് ഇംറഅതി ആഖിറ. അല്ലാഹുവേ, എന്റെ ഭാര്യ ആഖിറാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തീരെ പ്രസവിക്കാത്ത പെണ്ണ്. തീരെ പ്രസവിക്കാത്ത ആണിനും പെണ്ണിനും ഒക്കെ ആഖിർ എന്ന് പറയും. വകാനത് ഇംറഅതി ആഖിറ, എന്റെ പെണ്ണ് ആഖിറാകുന്നു. അവൾ പ്രസവിക്കാത്ത പെണ്ണാണ്. മച്ചിപ്പെണ്ണ് എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് ആഖിർ. വകാനത് ഇംറഅതി ആഖിറ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ പ്രസവിക്കൂല എന്ന് വൈദ്യശാസ്ത്രമൊക്കെ വിധി എഴുതിയതാണ്. അപ്പോ എന്റെ ഭാര്യ അവള് നേരത്തെ തന്നെ യുവത്വത്തിലാണെങ്കിൽ തന്നെ പ്രസവിക്കൂല. അതോടൊപ്പം ഇപ്പോഴോ അങ്ങേയറ്റത്തെ പ്രായവും എത്തിയിരിക്കുന്നു. അത് ഇനി ബഹുമാനപ്പെട്ടവർ സന്തോഷ വാർത്ത അള്ളാഹ് നൽകുമ്പോ പറയുന്നുണ്ട്. ഞാൻ അവിടെ വെച്ച് പറയാം. ഭാര്യ ശാരീരിക ഫിറ്റ്നസ് ഭാര്യക്കൂല. ഭാര്യയുടെ ബോഡി ഇതിന് ഫിറ്റാണോ? കുട്ടികളുണ്ടാകാൻ പറ്റുന്ന മട്ടിലാണോ? അല്ല. ഭാര്യയുടേതും അൺഫിറ്റാണ്, എന്റെ ബോഡിയും അൺഫിറ്റാണ്. രണ്ടാളുടേതും മക്കളുണ്ടാകാൻ പറ്റിയ കണ്ടീഷനിലല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പക്ഷേ നിന്നോടാണല്ലോ ചോദിക്കുന്നത്. അതുകൊണ്ട് പടച്ചവനെ, നീ നിന്റെ ഭാഗത്തു നിന്നും തരണം. വലിയൻ ഒരനന്തരാവകാശിയെ എനിക്ക് തരണം, ഒരു സഹായിയെ എനിക്ക് തരണം. യരിസുനി, എന്നെ അനന്തരമെടുക്കുന്ന ഒരു അനന്തരാവകാശിയെ എനിക്ക് വേണം. വലിയ യരിസുനി, എന്നെ അനന്തരമെടുക്കുന്ന, എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനന്തരമെടുക്കുന്ന അനന്തരാവകാശി മാത്രമല്ല. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് ഏതായിരുന്നു? സ്വത്തും മുതലും ഒക്കെ ബന്ധുക്കൾക്ക് അനന്തരം എടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. അവിടെയാണ് യരിസുനി എന്ന് പറഞ്ഞതിന്റെ പ്രാധാന്യം അറിയുന്നത്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമ്പിയാക്കൾ ഇർസെടുക്കുന്നവരല്ല, അമ്പിയാക്കളെ ഒരിക്കലും ഇർസെടുക്കുകയില്ല, ഞങ്ങളെ സ്വത്ത് പൊതുസ്വത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പൊതു നിയമമാണ് പറഞ്ഞത്. ആരെങ്കിലും ഒക്കെ അതിൽ നിന്ന് എക്സെപ്ഷൻ ഉണ്ടാവാം, അപവാദമുണ്ടാകാം. ആ അപവാദത്തിൽപ്പെട്ടതാണ് യരിസുനി, എന്നെ അനന്തരം എടുക്കുന്ന ഒരു കുട്ടി വേണം. വയരിസു മിൻ ആലി യാഖൂബ്, യാഖൂബ് കുടുംബത്തിൽ നിന്ന് അനന്തരം എടുക്കുന്ന ഒരു കുഞ്ഞും വേണം എന്ന് പറഞ്ഞാൽ സക്കരിയ നബി ദ്വാരക്കുന്നത്, എനിക്ക് തരുന്ന കുട്ടി യരിസുനി എന്നെ അനന്തരം എടുക്കണം. എന്റെ കയ്യിൽ വല്ല 10 ഉറുപ്പിക ഉണ്ടെങ്കിൽ അത് അനന്തരം എടുക്കണ കുട്ടി എന്നുള്ളതിൽ വലിയ കാമ്പൊന്നുമില്ല.
അതിനാളുണ്ടായാലും ഇല്ലെങ്കിൽ അതല്ല വലിയ വിഷയം. യാക്കൂബ്, യാക്കൂബ് കുടുംബത്തിലൂടെ പാരമ്പര്യമായി കിട്ടിയ ഒരു സ്വത്തുണ്ട് എന്റെ കയ്യിൽ, അത് ദീനാണ്, അത് നുബുവത്താണ്, അതും കൂടെ ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ കുട്ടിയെ കിട്ടണം. യാക്കൂബ്. ഇവിടെയാണ് മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നത്, ദുആ ചെയ്യേണ്ടത് നമ്മളെ 10 റുപ്യക്ക് ഒരാളെയല്ല. ശ്രദ്ധിച്ചോ, ദുആ ചെയ്യുന്നത്, മക്കളുണ്ടാകാൻ ദ്വാരക്കുന്നത് എന്റെ കടക്ക്, എന്റെ പറമ്പിന്, എന്റെ സ്വത്തിന്, എന്റെ ഉറുപ്പേക്ക് ഒരു മുതലാളി, ഒരു ഉടമ എന്ന നിലക്കല്ല ദുആ ചെയ്യേണ്ടത്. നമ്മളെ സ്വത്തിനൊരു അനന്തരാവകാശി മാത്രമല്ല, അതിലേറെ വലുത് പഠിക്കണം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിലൂടെ കിട്ടിയത് എന്താ? നുബുവത്താണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ എല്ലാവരും നബിമാര് കുറെ ഉണ്ട്. ആ നബിമാരിൽപ്പെട്ട ആളാണ് നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാം ദ്വാരക്കണം മിന്നാലി യാക്കൂബ്. യാക്കൂബ് കുടുംബത്തിലൂടെ കിട്ടിയ ആ പൈതൃകം അത് അനന്തരം എടുക്കാൻ പറ്റിയ കുട്ടിയായിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ട എന്തിനാ അറിയങ്ങള്? നമ്മളെ സ്വത്തിനും മുതലിനും ഒരാൾ എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഞാൻ പിടിച്ച കൊടി പിടിക്കാൻ പറ്റുന്ന കുട്ടി വേണം, ഞാൻ വിളിച്ച മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടി വേണം, സുന്നിയായ കുട്ടി വേണം. ഇവിടെയാണ് വിഷയം. എത്ര ആലിമീങ്ങളിലെ അഹ്ലുസുന്നയുടെ ആലിമീങ്ങളെയൊക്കെ പഴയ കാലത്ത് വലിയ വലിയ ആലിമീങ്ങൾ നിങ്ങൾക്ക് പരിചയമല്ലേ? മക്കള് ബിദ്അത്തുകാരായപ്പോ സ്വത്ത് പോലും നിഷേധിച്ചു പോയി പണിയോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ വലിയ വിഷയം എരിസുനിയല്ല, എരിസുമിന്നാലി യാക്കൂബാണ്. ഇത് ദീനിനെ അനന്തരം എടുക്കാൻ പറ്റുന്ന ആളുകൾ വേണം. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത റൂട്ടിലൂടെ വളരുന്ന മക്കൾ വേണം. നമ്മളെ പിടിച്ച കൊടി പിടിക്കുന്ന, നമ്മൾ വിളിച്ച മുദ്രാവാക്യം വിളിക്കുന്ന, നാം പ്രവർത്തിച്ച പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മക്കള് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ആമീൻ പറയും. പടച്ചോനെ, ഞങ്ങളെ മക്കളെ നീ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. അല്ലെ, നമ്മൾ പിടിച്ച കൊടി പിടിക്കുന്ന, നമ്മൾ വിളിച്ച മുദ്രാവാക്യം വിളിക്കുന്ന, നാം പൈസ ചെലവാക്കിയ, നാം ഊർജം ചെലവാക്കിയ സംഘടനയും പ്രസ്ഥാനവും ദീനും ഏതാണോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മക്കളാ നമുക്ക് വേണ്ടത്. നമ്മളെ കുടുംബ ബന്ധുക്കളെ മുഴുവനും അല്ലാഹ് അങ്ങനെ ആക്കി തരട്ടെ. യരിസുനീ വയരിസു മിൻ ആലി യാക്കൂബ് വജഅൽഹു റബ്ബി റദിയാ. ആ കുട്ടിയെ നിനക്ക് പൊരുത്തമുള്ള കുഞ്ഞാക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട കുട്ടിയാക്കണം പടച്ചോനെ ആ കുട്ടിയെ എന്ന് പടച്ചോനോട് ദുആ ചെയ്തു. ഇത് എത്രാമത്തെ വയസ്സിലാ ദുആ ചെയ്തത്? ഞാൻ പറഞ്ഞു 120ാമത്തെ വയസ്സിൽ. കേട്ടോ, ആ ദുആ അങ്ങ് കഴിഞ്ഞു. അല്ലാഹ് സക്കരിയ നബിക്ക് വഹി അറിയിക്കുന്നു. സൂറത്ത് മറിയമിന്റെ അടുത്ത ആയത്ത് ഇപ്പൊ ഞാൻ ഓതി കേൾപ്പിച്ചത് 4-5 ആയത്തുകളാണ്. 6ാമത്തെ ആയത്ത്, യാ സക്കരിയ, ഓ സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. സക്കരിയ, നിങ്ങൾക്കിതാ നമ്മൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഒരു ഗുഡ് ന്യൂസ്, ഒരു ഹാപ്പി ന്യൂസ്. ആർക്ക്? സക്കരിയ നബിക്ക്. അല്ലാഹ് പറയാ, നിങ്ങൾക്കിതാ നമ്മൾ ബിശാറത്ത് നൽകുന്നു, ഗുഡ് ന്യൂസ്, ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു. ഇസ്മുഹു യഹ്യാ, കുട്ടിയുടെ പേര് യഹ്യാ എന്ന് പറഞ്ഞാൽ കുട്ടിനെ മാത്രമല്ല തന്നെ, കുട്ടിന്റെ പേരും ഞാൻ തന്നെ തരികയാണ്. അല്ലാഹ് പേരിട്ട് കൊടുത്തതാണ് സക്കരിയ നബിക്ക്. യഹ്യ എന്ന പേരുള്ള ഒരു കുട്ടി ഞാനിത് അങ്ങക്ക് തരാൻ പോകുന്നു. സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് സൂറത്ത് മറിയമിന്റെ തുടക്കത്തിലുള്ള അതൊക്കെ. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമയ്യ. കുട്ടിന്റെ പ്രത്യേകത എന്താ? ലം നജ്അൽ ലഹു, ഈ കുട്ടിക്ക് മുമ്പ് നമ്മൾ മിൻ ഖബ്ൽ, ഈ കുട്ടിയുടെ മുമ്പ് ഈ കുട്ടിക്ക് സമയ്യ, പേരൊത്ത ഒരു വ്യക്തിയെ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതേ പേരുള്ള ഒരാൾ ലോകത്തിൽ നിന്ന് വരെ വന്നിട്ടില്ല. യഹ്യ എന്നുള്ള പേര് സക്കരിയ നബിന്റെ കുട്ടിക്കാണ് ആദ്യം വന്നത്. ലം നജ്അൽ ഖബ്ലു സമയ്യ, ഇതിന്റെ മുമ്പ് ഈ പേരുള്ള ഒരു കുട്ടിയെയും നമ്മൾ പഠിച്ചിട്ടില്ല. പേരൊത്ത ഒരു വ്യക്തിയെ, നിങ്ങളെ കുട്ടിയോട് പേരൊത്ത ഒരാളെ ഇതിന്റെ മുമ്പ് നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ എന്തൊക്കെയായി? 120ാമത്തെ വയസ്സിൽ ദുആക്ക് ഉത്തരം കൊടുത്തപ്പോ അല്ലാഹ് പറഞ്ഞു കുട്ടി ഉണ്ടാകാൻ പോകുന്നു. അത് കേട്ടാ തന്നെ സക്കരിയ നബി തുള്ളിച്ചാടും അല്ലെ. അപ്പോഴാ പറഞ്ഞത്, ആ കുട്ടിക്ക് നമ്മൾ പേരിടുന്നു. ആ പേരോ ഏറ്റവും ലേറ്റസ്റ്റ് നാമമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് പേരാണ്. ഇതൊക്കെ മനുഷ്യന് താല്പര്യമുള്ള കാര്യമാണ് അല്ലേ? തീരെ നാട്ടിലില്ലാത്തൊരു പേര് എന്നുള്ള വലിയ ഇഷ്ടമല്ലേ? അതുകൊണ്ടാണ് ഒരിക്കൽ എന്നോട് പേര് ചോദിച്ചു വന്നു. പടച്ചോനെ, അയാൾക്ക് പേര് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞല്ലേ, എന്തെങ്കിലും പേരെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി പറഞ്ഞു. അപ്പൊ നല്ല ഉസ്താദ് പറയുന്ന ഒരു പേരിടായ ഞാൻ ഒരു പേര് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അത് അയലൊക്കത്തെ കുട്ടിക്കുണ്ട്.
അത് അയൽപക്കത്തെ കുട്ടിക്കുണ്ട്. ശരി, വേറൊരു പേര് പറഞ്ഞു. അപ്പൊ പെങ്ങളെ കുട്ടിന്റെ പേരതാണ്, പെങ്ങളെ കുട്ടിന്റെ പേരതാണ് എന്ന് പറഞ്ഞു. വേറൊരു പേര് പറഞ്ഞു. അപ്പൊ അയാൾ പറയുന്നത് എന്റെ സുഹൃത്തിന്റെ കുട്ടിന്റെ പേരതാണ്. അപ്പൊ എന്താണ്, അടുത്തൊന്നും നാട്ടിലൊന്നും ബന്ധങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു ലേറ്റസ്റ്റ് പേര് ആരും എന്ത് ചെയ്യും, ഇഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞു. അതിന് തെളിവ് പറഞ്ഞു. അങ്ങോട്ട് പിന്നെ ഇത് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തൊന്നുമില്ലാത്ത ഒരു ഒച്ചപ്പാട് കൊണ്ട് ഒരു പേരിടലില്ലേ. ഒരൊച്ച, കേവലം ഒരു ഒച്ചയായിരിക്കും, അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. ചിലപ്പോൾ ചീത്തയായ അർത്ഥങ്ങളും ഉണ്ടാവും. അതൊന്നും പരിഗണിക്കാതെ പുതിയ പേരായി കിട്ടണമെന്ന് കരുതി കെണിയുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയുന്നു, കെണിയിലകപ്പെടും. അത്തരം വലിയ അപകടങ്ങൾ ചെയ്തു പോകരുത്. നല്ല നല്ല പേരുകൾ ധാരാളം ഉണ്ടിടാം, പക്ഷേ നല്ല അർത്ഥമുള്ള, നാട്ടിലൊന്നും കേൾക്കാത്തൊരു പുതിയ പേരാണെങ്കിൽ അതിന് പ്രത്യേക ഇമ്പം ഉണ്ടാകും. അത് ഈ ആയത്തുനിന്ന് തിരിയുന്നുണ്ട്. കാരണം യഹ്യാ നബിക്കിന്റെ പേരിന്റെ പ്രത്യേകത അല്ലാഹു പറഞ്ഞത് ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ എന്നാണ്. നല്ല പേര് കിട്ടുമെങ്കിൽ ഓക്കെ. പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു പേര് കണ്ടെത്തിയിട്ട് വിളിക്ക്, പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. കാരണം ഇത് നമ്മൾ എത്ര വിചാരിച്ചാ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല സക്കരിയ നബിക്ക് വഹി അങ്ങ് കൊടുത്തപ്പോഴേക്ക് സക്കരിയ നബി പടച്ചവനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം. ഇക്കോലത്തിൽ ദുആ ചെയ്ത് സക്കരിയ നബി കുട്ടിനെ വാങ്ങിയിട്ട് കുട്ടി ഇതാ അങ്ങക്ക് തരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ പിന്നെ സക്കരിയ നബിക്ക് അത്ഭുതം. സക്കരിയ നബി ചോദിക്കാൻ, റബ്ബി എന്റെ ദാദാ അന്നാ യകൂനു ലീ ഗുലാമുൻ, എനിക്ക് എങ്ങനെയാ കുട്ടികൾ ഉണ്ടാവുക? സക്കരിയ നബി അല്ലേ പറഞ്ഞത്, ഏത് എനിക്ക് ശാരീരിക ഫിറ്റ്നസ് ഇല്ല, ഭാര്യക്കുമില്ല, ഉണ്ടാകുന്ന പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ നിന്നോടാ ചോദിക്കണമെന്നുള്ള ഉറപ്പിലാ ചോദിക്കുന്നത്, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാ കിട്ടും എന്ന് പറഞ്ഞാൽ കേട്ടാ പോരെ. പക്ഷേ സക്കരിയ നബി അലൈഹിസ്സലാം എന്ത് ചെയ്യാണ്, ചോദിക്കാണ്, അന്നാ യകൂനു ലീ ഗുലാം, പടച്ചോനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകേ, അതെങ്ങനെയാ? വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യ യുവത്വത്തിൽ തന്നെ പ്രസവിക്കാത്ത മച്ചിപ്പെണ്ണാണ്. വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ്യാ, ഭാര്യന്റെ പ്രായം പറയേണ്ടതില്ല, ഭാര്യന്റെ പ്രായം പറയേണ്ട, അവള് യുവത്വത്തിൽ തന്നെ പ്രസവിക്കൂല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയതാ. പിന്നെ വഖദ് ബലഗ്തു, ഞാൻ എത്തി നിൽക്കുകയാണ് മിനൽ കിബരി, വാർദ്ധക്യത്തിൽ നിന്നും അതിയ്യ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. അങ്ങേയറ്റത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന വാർദ്ധക്യത്തിൽ 120ാമത്തെ വയസ്സിൽ ഈ എങ്ങനെയാ പഠിച്ചോനെ എനിക്ക് കുട്ടികളെ തരിക? കേട്ടോ, ബഹുമാനപ്പെട്ടവർക്ക് 120, ഭാര്യക്ക് 83. 83 വയസ്സുണ്ട് ഭാര്യ. അപ്പോൾ ആ കുട്ടികളുണ്ടാണ്. അത്ഭുതം ഉണ്ടാവില്ലേ? സക്കരിയ നബിക്ക് 120, ഭാര്യക്ക് 83. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു കുട്ടികളെ കൊടുക്കുക. കേട്ടോ, വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ്യ. പടച്ചോനെ ഇത് എങ്ങനെയാ പരിപാടി? ആദ്യം തന്നെ അത് പറഞ്ഞു വരക്കാൻ പോരെ? ആദ്യം ഉറപ്പോടുകൂടിയല്ലേ ചോദിച്ചത്? ഈ ചോദിച്ചത് എന്തിനാ അറിയോ? സക്കരിയ നബിക്ക് അല്ലാഹു കുട്ടികളെ തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സക്കരിയ നബിക്ക് അതൊന്നും ഇങ്ങോട്ട് ഉറപ്പാകാൻ വല്ലാത്ത പൂതി, അതിനത് പറയണത്. അപ്പൊ അല്ലാഹു തആല അതിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് പറയല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അല്ലാഹു പറഞ്ഞു, കദാലിക, സക്കരിയ നബിയെ കാര്യം അങ്ങനെ തന്നെയാ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ഭാര്യയുടെ ശരീരവും നിങ്ങളുടെ ശരീരവും ഒക്കെ ഇനി മക്കളുണ്ടാകാൻ ഫിറ്റല്ല, അൺഫിറ്റാണ്, അറിയാം. എന്നാലും ഖാല റബ്ബുക, നിങ്ങളെ രക്ഷിതാവ് പ്രഖ്യാപിക്കുകയാണ് സക്കരിയ, ഞാൻ പ്രഖ്യാപിക്കുകയാണ് സക്കരിയ, ഹുവ അലയ്യ ഹയ്യൻ, നിങ്ങളെ രക്ഷിതാവ് പ്രഖ്യാപിക്കുന്നു, ഹുവ അലയ്യ ഹയ്യൻ, 120ഉം 80 ചില്ലാനും വയസ്സുള്ള നിങ്ങൾക്കും ഭാര്യക്കും കുട്ടിനെ തരിക എന്നുള്ളത് ഹുവ അലയ്യ ഹയ്യൻ, അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സിമ്പിൾ കേസാണ്. ഹുവ അലയ്യ ഹയ്യൻ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സിമ്പിളാണ് എന്ന് ഞാൻ കാണിക്കണമെങ്കിൽ ഇത്തരമൊക്കെ ചിലതൊക്കെ വേണ്ടേ? വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ് നിങ്ങളെ ഞാൻ പഠിച്ചത് എങ്ങനെയാ? എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? സക്കരിയ നബിയോട് നിങ്ങളെ ഞാൻ പഠിച്ചില്ലേ? വലം തകു ശൈഅം വലം തകു ശൈഅ, നിങ്ങൾ പ്രസ്താവ്യ യോഗ്യമായൊരു വസ്തുവായിരുന്നില്ല. അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? പ്രസ്താവയോഗ്യമായൊരു വസ്തുവായിരുന്നില്ല നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റിയിരുന്നോ? ശുദ്ധശൂന്യതയിലല്ലേ നിങ്ങൾ കിടന്നിരുന്നത്? ഒന്നുമില്ലാത്ത വട്ടപൂജ്യത്തിൽ നിന്ന് നിങ്ങളെന്ന മഖ്ലൂക്കിനെ പടച്ചു. നിങ്ങളിൽ നിന്ന് ഇനി ഒരു കുട്ടിനെ പടക്കുന്നത് എനിക്ക് പ്രയാസമാണോ സക്കരിയ? എനിക്ക് പ്രയാസമാണോ സക്കരിയ? അപ്പോഴാണ് സക്കരിയ നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു, റബ്ബി ജഅല്ലി ആയ, പടച്ചോനെ എനിക്ക് എത്രയും പെട്ടെന്നൊരു ദൃഷ്ടാന്തം, ഒരു തെളിവ്, ഒരടയാളം നീ കാണിക്കണം അല്ലാഹ്.
എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു അടയാളം കാണിച്ചു തരണം. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. എനിക്കൊരു അടയാളം കാണിച്ചു തരണം, ഇപ്പൊ കാണിച്ചു തരണം ഒരടയാളം. എന്തടയാളാ കാണിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഞാനിത് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ നീണ്ടുപോയതാണ്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നു, ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളത്, പറയാൻ കഴിയാതെ പോകുമെന്ന് ഭയപ്പെടുന്നു. ചുരുക്ക ചർച്ച. എന്തിനാ ഈ വേഗം അടയാളം കാണിച്ചു തരണം എന്നത് വരുന്നത്? ഭാര്യ ഗർഭിണിയാണെന്നുള്ളതിന് ഒരു ഉറപ്പ് എനിക്ക് വേണം. അതിന് മെൻസസ് ബന്ധാകും അല്ലെ? അതിനൊക്കെ കുറച്ച് ദിവസം കഴിയണ്ടേ അറിയണമെങ്കിൽ. അതിനൊന്നും സമയമെല്ലാം തിരിയണം. കാരണം അങ്ങനെ ഉണ്ടല്ലോ, കുട്ടികൾ ഉണ്ടാകാതെ ഉണ്ടാകുകയല്ലേ. കുട്ടികൾ ഉണ്ടാകാതെ ഉണ്ടാകുന്നവർക്ക് 10 മാസത്തിനൊന്നും ഒഴിവുണ്ടാവില്ല. അതിന്റെ മുമ്പ് തന്നെയാണ് പ്രസവിച്ചെങ്കിലും ഉണ്ടാകുക അല്ലേ? ആ ഒരു ഇമ്പം, വല്ലാത്തൊരു ഇമ്പം ഉണ്ടാവും. അതൊന്നിട്ട് കാണാം, കുഞ്ഞിനെ ഒന്നിട്ട് കാണാൻ. അപ്പൊ പടച്ചോനെ ഒരു അടയാളം ഇപ്പൊ തരണം. ഇന്നത്തെ പോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് മൂത്രം കൊടുത്ത് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഭാര്യക്ക് ഗർഭമുണ്ടോ അല്ലേന്ന് നിർണയിക്കുന്ന കാലല്ലല്ലോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു എനിക്കൊരു അടയാളം വേണം എത്രയും പെട്ടെന്ന്. അല്ല പറഞ്ഞു, ആയത്തുക അല്ലാ തുകല്ലിമന്നാസ സലാസ ലയാലിൻ സവിയ്യ. നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണെന്നതിന്റെ തെളിവ്, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന തെളിവ്, അല്ലാ തുകല്ലിമന്നാസ സലാസ ലയാലിൻ, 3 രാവുകൾ. വേറെ ഒരു സൂറത്തിൽ പറഞ്ഞത് സലാസത അയ്യാം എന്നാണ്. അപ്പൊ 3 ദിവസങ്ങൾ എന്നായി അതിന്റെ അർത്ഥം, രാവും പകലും പെടും. അപ്പൊ 3 ദിവസം പരിപൂർണമായി നിങ്ങൾക്ക് ജനങ്ങളെ അഭിസംബോധനം ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളെ നാവിനൊരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് യാതൊരു വൈകല്യവുമില്ലാതെ, ഒരു വൈകല്യവുമില്ലാതെ, നേരെ ചൊവ്വെ ഒരു രോഗവുമില്ലാതെ തന്നെ സുരക്ഷിതനായ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് ജനങ്ങളെ അഭിമുഖീകരിച്ച് വഴതു പറയാൻ കഴിയില്ല. മഹാനവറുകൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ആ ഉത്ബോധനത്തിന് ഒരു 3 ദിവസം കഴിയൂല. അതാണ് ഭാര്യ ഗർഭിണിയാണെന്നതിന്റെ ലക്ഷണം. മഹാനവറുകൾ ഇങ്ങനെ കാത്തു നിൽക്കുക. പിറ്റേന്ന് പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞു. ഫഖറജ അലാ ഖൗമിഹി, തന്റെ ജനത്തിലേക്ക് പുറപ്പെട്ടു. മിനൽ മിഹ്റാബി, പ്രാർത്ഥനാ ഹാളിൽ നിന്നും ജനങ്ങളുടെ മേൽ പുറപ്പെട്ടു ചെന്നു. അവർക്ക് ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നപ്പം വർത്താനം പറയാൻ കഴിയുന്നില്ല. ഫൗഹാ ഇലൈഹിം അൻ സബ്ബിഹു ബുക്റതൻ വഅശിയ്യാ. മഹാനവറുകൾ നോക്കണം, നിങ്ങള് സാധാരണ ഭംഗിയായിട്ട് വാചാലമായി സംസാരിക്കുന്നതാണ്. അന്നത്തെ ക്ലാസ് ആംഗ്യ ഭാഷയിലാണ്. ഫൗഹാ ഇലൈഹിം, അവരിലേക്ക് മഹാനവറുകൾ എന്തു ചെയ്തു? ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. അൻ സബ്ബിഹു ബുക്റതൻ വഅശിയ്യാ, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ റബ്ബിന് തസ്ബീഹ് ചൊല്ലണം, റബ്ബിനെ പ്രകീർത്തിക്കണം എന്ന ക്ലാസ് അന്ന് എടുത്തത് ആംഗ്യ ഭാഷയിലാണ്. സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ മഹാനവറുകൾ എന്ത് ചെയ്തു? ഇത് ശരി തന്നെയാണോ അതോ എന്റെ നാവ് പൊട്ടിയതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ മഹാനവറുകൾ പതുക്കെ അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞു നോക്കി. അത് സുഖമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്, ദിക്റെല്ലാം കഴിയുന്നുണ്ട്, തസ്ബീഹ് എല്ലാം കഴിയുന്നുണ്ട്. അതിന് വേറെ സൂറത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞാൽ അങ്ങനെയാണ്, ദിക്റും തസ്ബീഹും ഒക്കെ നിങ്ങൾക്ക് എല്ലാം പറ്റും, ജനങ്ങളോട് സംസാരിക്കാൻ പറ്റൂല. പിന്നെയും ജനങ്ങളോട് സംസാരിക്കാൻ നോക്കുമ്പോൾ കഴിയുന്നില്ല. അപ്പൊ അയാൾ ഉറപ്പിച്ചു ഭാര്യ ഏതാണ്? ഗർഭിണിയാണ്. അങ്ങനെയാണ് സക്കരിയ നബി അലൈഹിസ്സലാം ഭാര്യ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സക്കരിയ നബി അലൈഹിസ്സലാം ഇങ്ങനെ ദുആ ചെയ്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിന്റെ പേരില്ല? ഒരു കുട്ടിയുണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പറഞ്ഞപ്പോ ആ ചരിത്രം ഒന്ന് അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ ഒരുപാട് പാഠങ്ങൾ ഉള്ളത് കൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. വളരെ പ്രധാനപ്പെട്ട കുറെ ആശയങ്ങൾ പറയാനുണ്ട്, അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല. ഏതായാലും സമയം നീട്ടിക്കൊണ്ടുപോകില്ല. സമയമായ പരിപാടി നിർത്തും. അതിന് എത്ര കുറച്ചാ പറഞ്ഞതെങ്കിലും, കാരണം സമയനിഷ്ഠ അതാണ് ഈ സദസ്സിന്റെ വിജയം. അപ്പൊ അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ഉള്ളവരുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളെ മക്കൾക്ക് അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. അല്ലാഹു നമുക്കൊക്കെ സാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. നൽകിയ മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സഹോദര, അപ്പൊ ദുനിയാവിൽ സമ്പത്തും മക്കളും എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്, അന്തസ്സാണ്. അതില്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. അതിന്റെ പേരിലാണ് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചത്. ആ ചോദിച്ചപ്പം കീപ്പ് ചെയ്ത കാര്യങ്ങൾ മക്കളില്ലാത്തവർക്കൊരു പാഠമാണ്. അതിനാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട.
ഇത്രയൊക്കെ പ്രായായോ നിങ്ങൾക്ക്? അള്ളാനോട് പറ, അള്ള കേൾക്കും, പടച്ചോൻ കേൾക്കും. എത്ര കാലായി ഞാൻ ദ്വാരക്കുന്ന മക്കളെ തരുന്നില്ലല്ലോ, പ്രതീക്ഷ കൈവിടാതെ ചോദിച്ചോ, അള്ളാഹു തരും. തീരെ തന്നില്ലെങ്കിൽ അതും അവന്റെ റഹ്മത്താ. തീരെ മക്കളെ തന്നില്ലെങ്കിൽ അതും അവന്റെ റഹ്മത്താ. അങ്ങനെ തന്നെ വിചാരിച്ചോ. അല്ലാഹ് അങ്ങനെയാണ് പറയുന്നത്, യഹബു ലിമൻ യശാഉ ഇനാതാ വയഹബു ലിമൻ യശാഉ ദുകൂറ ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ. അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ മാത്രം നൽകും. വയഹബു ലിമൻ യശാഉ ദുകൂർ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ മാത്രം നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ, അല്ലെങ്കിൽ അല്ലാഹു ആണും പെണ്ണും കൂട്ടിക്കലർത്തി കൊടുക്കും. ചിലർക്ക് അങ്ങനെയാണ്. വയജ്അലു മൻ യശാഉ അഖീമ, അല്ലാഹു ഉദ്ദേശിച്ചവരെ തീരെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്യും. സന്താനോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് 4 സാധ്യതകളാണ്, അല്ലേ? അത് 4 ഒറ്റ ആയത്തിൽ അല്ലാഹു കൊണ്ടുവന്നു. നോക്കുങ്ങൾ, യഹബു ലിമൻ യശാഉ ഇനാസ, ചിലർക്ക് ഏത് മാത്രം? പെൺകുട്ടികൾ മാത്രം. വയഹബു ലിമൻ യശാഉ ദുകൂർ, ചിലർക്ക് ആൺകുട്ടികൾ മാത്രം. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ, അല്ലെ ആണും പെണ്ണും ഇടകലർത്തിയിട്ട് കൊടുക്കും. രണ്ടും കൊടുക്കും, രണ്ടു കുട്ടികൾ, ആണും പെണ്ണും ആയ കുട്ടികളെ കൊടുക്കും. 3. ഇനി ഒരു സാധ്യത ഉള്ളത് ഏതാ? ആണും പെണ്ണുമായിട്ട് ഒന്നും ഇല്ലാതൊക്കെ. വയജഅലു മൻ യശാഉ അഖീമ. അല്ലാഹ് പറയുന്നു, ഇതൊക്കെ വഹാബായ റബ്ബിന്റെ തീരുമാനമാണ്. വഹാബായ റബ്ബ് എന്നാരാ? യഹബു യഹബു യഹബു. വഹാബായ റബ്ബ് എന്നാ നമ്മൾ ചോദിച്ചിട്ടല്ല, ചോദിക്കാതെ തരുന്നോനെ. അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഇനി അങ്ങനെ പോകും. ഗസാലിമാം നന്നായി വിശദീകരിച്ചിട്ടില്ല. ചോദിക്കാതെ റബ്ബ് തരും, ഉറപ്പല്ലേ? ചോദിച്ചിട്ട് കിട്ടിയത് എന്താ ഉള്ളത്? നമ്മളിങ്ങനെ എണ്ണാൻ ഒരുങ്ങിയ ചോദിച്ചിട്ട് കിട്ടിയ എത്ര ഉണ്ടാവും നമ്മളെ കയ്യിൽ? ചോദിക്കാതെ കിട്ടിയതാണ് മുഴുവൻ. അല്ലാഹു തആല എന്നെ ഈ കോലത്തിൽ പഠിച്ചത് ഞാൻ ചോദിച്ചിട്ടാ? അല്ല. എന്റെ വാപ്പാനിമാനി ഞാൻ ചോദിച്ചിട്ട് തന്നതാ? അല്ല. ആകാശവും ഭൂമിയും എന്റെ ആവശ്യത്തിന് പഠിച്ചതാ, നിങ്ങളെയൊക്കെ ആവശ്യത്തിന്. ഇത് നമ്മൾ ചോദിച്ചിട്ട് പഠിച്ചതാ? അല്ല. നമ്മളെ ലിംഗം ആണാവണോ പെണ്ണാവണോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായതാ? അല്ല. ഒന്നല്ല. നമ്മളിപ്പോ ചോദിച്ചിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കടത്ത് കുടുങ്ങിക്കുമ്പോ പഠിച്ചവനെ കടം വീട്ടി, അപ്പൊ കടം വീട്ടി തന്നു. നമ്മൾ പറഞ്ഞ നമ്മൾ ചോദിച്ചിട്ട് ദുആക്ക് ഉത്തരം കിട്ടി, അള്ളാഹു തന്നു, സന്തോഷത്തോടെ പറയും, അല്ലേ? അങ്ങനെ കുറച്ച് രോഗം ഉണ്ടായപ്പോൾ പഠിച്ചവനെ സുഖാക്കണേന്ന് പറഞ്ഞു, സുഖാക്കി. എന്ന സത്യത്തില് നമ്മളെ കയ്യിലുള്ളത് ചോദിക്കാതെ കിട്ടിയതാണ് ചോദിച്ചിട്ട് കിട്ടിയതിലേറെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്. മനസ്സിലാക്കിക്കോ. അപ്പോഴാണ് പഠിച്ചവനോട് നന്ദി ഉണ്ടാവുക. അപ്പോഴാ പഠിച്ചവനോട് നന്ദി ഉണ്ടാവുക. ചോദിക്കുക പോലും ചെയ്യാതെ ആ പടച്ചവൻ നമുക്ക് പലപ്പോഴും തന്നത്. നമ്മളെ സ്വത്ത്, നമ്മളെ മക്കള്, നമ്മളെ കച്ചവടം എല്ലാം പടച്ചവൻ ചോദിക്കാതെ തന്നതാ. ആർക്കും തോന്നണ്ട ഇത് ഞാൻ ഇബാദത്ത് ചെയ്ത് സുജൂദ് കിടന്നിട്ട് വാങ്ങിയതാണ്, പടച്ചവൻ തന്നതാണ്. അതിനോട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്തെ, ഒരു മക്കളും ഇല്ലാതെ അള്ളാഹ് സൃഷ്ടിച്ചാൽ അതും നിഅമത്താണ്. അതെങ്ങനെ അനുഗ്രഹമാകുന്നത് അത് പറഞ്ഞുതരാം. ഒറ്റ മക്കളും ഇല്ലാത്ത ആളുകളുണ്ട്, അല്ലേ? അവരെ നോക്കാൻ നാട്ടുകാരൊക്കെ ഉണ്ടാവും. 7 ആൺമക്കളുള്ള ഒരു വാപ്പ തെണ്ടി നടക്കുക. നേരം വെളുത്താൽ എണീച്ച് നടക്കാൻ വയ്യ. സ്വന്തം അരിക്ക് വക ഒപ്പിക്കുക, ആ വക കണ്ടെത്താൻ തെണ്ടി നടക്കുക ഓരോ വീട്ടിന്റെയും മുറ്റത്ത്. 7 ആൺമക്കളുണ്ട്. ആ വാപ്പ ഒരിക്കൽ പറഞ്ഞു, ഉസ്താദേ എനിക്ക് 6 ആൺമക്കൾ ഉണ്ടായതുകൊണ്ട് കയറി ചെല്ലുമ്പോ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 6 മക്കളില്ലേ, ആൺമക്കളില്ലേ? ഈ 7 പഠിച്ചോൻ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് സുഖമായിരുന്നു. ഈ 7 അല്ല തന്നിട്ടില്ലെങ്കിൽ എനിക്ക് സുഖമായിരുന്നു. എന്നെ നോക്കാൻ നാട്ടുകാരൊക്കെ ഉണ്ടാകായിരുന്നു. ഈ 7 ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കുടുങ്ങിയത്. ഒറ്റ ഒന്നും വാപ്പാനെ നോക്കുന്നില്ല. ഞാൻ പറയുന്ന മക്കളുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോ മക്കൾ ഇല്ലാതിരിക്കലായിരിക്കും ഹൈറ്. അപ്പോൾ ആരും സങ്കടപ്പെടരുത്. തന്നാൽ അത് നന്നാവാൻ ദ്വാരക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തും അങ്ങനെയാണ്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. പടച്ചോൻ നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. പിന്നെയോ, മക്കൾ എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ടത്, അങ്ങനെ ഒരാളും ടെൻഷൻ അടിക്കണ്ട. മക്കളെ കൂട്ടത്തിൽ ഏറ്റവും ഹൈർ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബിൻതു ബറക വൽ വലദു നിഅമ. അത് സംബന്ധമായിട്ട് നബി തങ്ങളുടെ ഈ ഒരു ഹദീസ് കാണാം. അൽ ബിൻതു ബറക, പെൺകുട്ടി ബറക്കത്താണ്. വൽ വലദു നിഅമ, ആൺകുട്ടി നിഅമത്തുമാണ്. ആൺകുട്ടി നിഅമത്താണ്, പെൺകുട്ടി ബറക്കത്താണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം?
ബറക്കത്തും നിഅമത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് വാരിക്കോരി തരുന്നതാ. അള്ളാഹ് വാരിക്കോരി തരുന്ന അനുഗ്രഹത്തിനാണ് ഇത് പറയാം ബറക്കത്ത് എന്ന് പറയാം. അതേസമയം നിഅമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിഅമത്ത് തന്നിട്ടുണ്ടോ അതിന്റെ ഓപ്പോസിറ്റിൽ നന്നായി ശുക്ർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ നിഅമത്ത് ഏറ്റവും വലിയ പരീക്ഷണമായി മാറും. അള്ളാഹു തന്ന നിഅമത്തിന് ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം പെൺകുട്ടി ബറക്കത്താണ്, ആൺകുട്ടി നിഅമത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? പെൺകുട്ടികളുള്ള വാപ്പമാരെക്കാൾ ജാഗ്രത പാലിക്കണം ആര്? ആൺകുട്ടികളുള്ള വാപ്പാര്. ആൺകുട്ടികളുള്ള വാപ്പാര് ശരിക്ക് നിസ്കരിച്ചു നോമ്പോറ്റും ഖുർആൻ ഓതിയും അള്ളാനെ 100% പൊരുത്തപ്പെടുത്തി ജീവിച്ചെങ്കിലേ അവന്റെ തൃപ്തി നേടി ജീവിച്ചെങ്കിലേ ആ ആൺകുട്ടികൾ അയാൾക്ക് ഉപകരിക്കുള്ളൂ. പെൺകുട്ടികളോ അത് പിന്നെ ബറക്കത്തായതുകൊണ്ട് ചിലപ്പോൾ അല്ലാതെയും ശരിയായി കൂടായല്ല എന്ന് കരുതി ചിലപ്പോ ചില വയലുകൾ വലിയ അപകടമാവും. അപ്പൊ അതുകൊണ്ടൊന്നും ഉണർത്തുകയാണ്. ഏത് ഉസ്താദേ 3 അള്ളാഹ് തന്നിട്ടുണ്ട്, 3 പെൺകുട്ടികളുമാണ്. ഇനി നിസ്കാരം വേണ്ട, നോമ്പും വേണ്ട, ഒരു പരിപാടിയും വേണ്ട, അങ്ങനെ ഒരാളും ചിന്തിക്കണ്ട. അതല്ല അതിന്റെ അർത്ഥം. പെൺകുട്ടികളുള്ള വാപ്പിൽ നിന്ന് നിസ്കരിക്കണ്ട, നോമ്പോൽക്കണ്ട എന്നല്ല. നിസ്കരിച്ചില്ലെങ്കിൽ നോമ്പോറ്റില്ലെങ്കിൽ അള്ളാഹു കൈകാര്യം ചെയ്യും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞത് നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പോറ്റില്ലെങ്കിലൊക്കെ ഈ മക്കൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ബറക്കത്ത് എന്നുള്ള നിലക്ക്. പക്ഷേ നിഅമത്തായ ആൺമക്കൾ ഉപകരിക്കണമെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. അപ്പൊ ദുന്യാവിൽ തന്നെ കാര്യം കിട്ടണമെങ്കിൽ നിസ്കരിക്കും നോമ്പോൽക്കൊക്കെ വേണ്ടി വരും എന്നുള്ളത് കൂടുതൽ ശ്രദ്ധിക്കാനും ആൺകുട്ടികളുള്ള വാപ്പമാർ ഒന്നും കൂടെ ജാഗ്രത പുലർത്താനും പറഞ്ഞതാണ്. അല്ലാതെ പെൺകുട്ടികളുള്ള വാപ്പമാർ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ വയലല്ല. അതും കൂടെ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ശ്രദ്ധിക്കണം. പെൺകുട്ടികളെ 3 പെൺകുട്ടികളെ ഒരാൾ തീറ്റിപ്പോറ്റി വളർത്തി അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ അള്ളാഹു നരകത്തെ തൊട്ട് ആ പെൺകുട്ടികൾ അവന് മറയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, വസനത്തൈനി യാ റസൂലുള്ളാഹി, 2 കുട്ടികളാണെങ്കിലോ ചോദിച്ചു. കാരണം മൂപ്പർക്ക് 2 ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ആ ചോദ്യം. ഇവർക്ക് 2 പെൺകുട്ടികൾ ഉണ്ടാവും. 2 ആണെങ്കിലോ 2 പെൺകുട്ടികളെ തീറ്റിപ്പോറ്റി വളർത്തിയാൽ അവർക്ക് സ്വർഗം കിട്ടൂലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു വസനത്തൈൻ, 2 കുട്ടികളാണെങ്കിലും. സഹാബത്ത് പറയാണ്, ഫലൗ ഖാല മിന്നാ വാഹിദുൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറയാണ് വാഹിദത്തൻ യാ റസൂലല്ലാഹ്, ഒരു കുട്ടിയാണെങ്കിലോ നബിയെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഖാല വാഹിദ, നബി തങ്ങൾ വാഹിദത്തൻ, ഒരു കുട്ടിയാണെങ്കിലും കിട്ടുന്നു പറയുന്നതാണ് ഞങ്ങളെ വിശ്വാസം. ചോദിച്ചിട്ടില്ല, പറയുന്നതാണ് ഞങ്ങളെ വിശ്വാസം. ഞാൻ പറഞ്ഞു വരുന്നത് പെൺകുട്ടികളെ പരിപാലിക്കുന്ന മാതാപിതാക്കള് ചിലർക്കൊക്കെ ഉണ്ട്. കുട്ടി പെണ്ണാന്ന് പറയുമ്പോൾ ഒരു മുഖര് വാടല്, ആ വാടലുണ്ടാകരുത്. എന്റെ ഒരു സുഹൃത്ത് 5 പെൺമക്കളുണ്ട് അദ്ദേഹത്തിന്. 5 പെൺമക്കളുള്ള സുഹൃത്ത്. അദ്ദേഹം ഒരിക്കൽ താജുൽ ഉലമയുടെ അടുത്ത് ചെന്നു. അള്ളാഹു താജുൽ ഉലമയുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. തങ്ങൾ പാപ്പയായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ താങ്ങും തണലും. അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഖമറുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. അള്ളാഹുവെ അന്തസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അള്ളാഹ്. ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ, അന്ന് താജുൽ ഉലമന്റെ അടുത്തൊരാൾ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു സുഹൃത്താണ്, അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞത്, ഉസ്താദേ ദ്വാരക്കണം. എന്തേടോ? 5 പെൺകുട്ടികളാ ഉസ്താദ്, എന്റെ കയ്യിലൊന്നുമില്ല. 5 പെൺകുട്ടികളാ ഉസ്താദേ, എന്റെ കയ്യിൽ ഒന്നുമില്ല. തങ്ങൾ വാപ്പ ദ്വാരക്കണം. ഉടനെ തന്നെ തങ്ങൾ വാപ്പ പറഞ്ഞു, നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ, കുറച്ച് വിവരമുള്ള നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ 5 പെൺകുട്ടികളാന്ന് പറഞ്ഞ കരയെ കണ്ണീരൊലിപ്പിക്കേ. എന്താണോ പെൺകുട്ടികളായതുകൊണ്ട് നഷ്ടം? അല്ലാഹു തആല മക്കളെ തരുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് ഏതാ? ഇയാളോട് ചോദിച്ചു. അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ എന്റെ സുഹൃത്താണ്, അയാളൊരു മുസ്ലിയാരാണ്, അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞതാണ്, നമ്മളൊക്കെ സാധാരണ പറയുന്ന. അപ്പൊ ഉസ്താദ് ചോദിക്കാൻ, എന്താണ് അല്ലാഹ് ആദ്യം പറഞ്ഞത്? യഹബു ലിമൻ യശാഉ ഇനാസ, അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഓശാരമായി കൊടുക്കും. തങ്ങൾ അർത്ഥം വെച്ചു കൊടുക്കുക, ഓശാരമായി കൊടുക്കും. ഇനാസ, പെൺമക്കളെ ഓശാരമായി കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുഖൂർ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ ഓശാരമായി കൊടുക്കും. അങ്ങനെയല്ലേ? ഔ യുസവ്വിജുഹും ദുഖ്റാനം വൈനാസ, അല്ലെങ്കിൽ അള്ളാഹു ആണും പെണ്ണുമായ മക്കളെ കൂട്ടി കലർത്തി കൊടുക്കും. അങ്ങനെയല്ലേ പടച്ചോൻ പറഞ്ഞത്? അപ്പൊ പടച്ചോൻ ആദ്യം പറഞ്ഞത് എന്ത് കൊടുക്കുന്ന? പെൺകുട്ടികളെ കൊടുക്കും. അപ്പൊ അള്ളാഹു തആല മക്കളെ തരുന്ന് പറഞ്ഞപ്പോ അള്ളാഹ് തുടങ്ങാൻ ഉപയോഗിച്ച പെണ്ണിനെയാണോ നിങ്ങൾ ശപിക്കുന്നത്?
പെൺകുട്ടികളാന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്നത് വിഷമിക്കല്ല. അള്ളാഹ് തന്നതാണെങ്കിൽ അതിന് വഴിയുണ്ടാകും. എന്തിനു ബേജാറാവണം? അള്ളാഹുവിൽ സമർപ്പിക്കൂ. അള്ളാഹു അതൊക്കെ അങ്ങ് നടത്തിത്തരും. അതിന്റെ കാര്യത്തിൽ വിഷമിക്കരുത്. ദർസ് നടത്തുക, സന്തോഷത്തോടെ ജീവിക്കുക. അദ്ദേഹം എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഇപ്പൊ 3 മക്കളെ കല്യാണം കഴിഞ്ഞത്രേ. 3 മക്കളെ കല്യാണം കഴിഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഉസ്താദേ. എങ്ങനെയാ അത് നടന്നത് എന്ന് എനിക്കറിയില്ല. എന്നാ അതിനും വേണ്ടി ഞാനൊരു കത്തടിപ്പിക്കേ പിരിപ്പിക്കേ മുതലാളിമാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കേ ഒന്നും ചെയ്തിട്ടില്ല. സന്തോഷമായിട്ട് ഒന്ന് വലിയ പണ്ടവും പൈസയൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ മക്കൾക്ക് സമയമായപ്പോൾ ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചു വന്നു. കൊടുത്തു. തങ്ങൾ പാപ്പന്റെ ഒരു കുത്തായിരിക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിക്ക് ഈമാനും തവക്കലും ഉണ്ടോ? ബേജാറാവണ്ട. നമ്മുടെ മക്കള് ആണായാലും പെണ്ണായാലും ഒക്കെ ആവശ്യം എന്താ? അത് സ്വാലിഹ്യങ്ങളായി കിട്ടുക എന്നുള്ളതാണ്. അതില്ലെങ്കിൽ നമ്മൾ തെണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കള് വലിയ സ്വത്താണ്. ആണായാലും പെണ്ണായാലും വലിയ സ്വത്താണ്. എന്നാൽ ഇവിടെ ആണ് പെണ്ണ് എന്ന് പറഞ്ഞു, പിന്നെ ആണും പെണ്ണും എന്ന് പറഞ്ഞു. ഇതിലെ ഇഷ്ടമായ രൂപേത ഏതുണ്ടാവല? ഹൈർ വളരെ സുന്ദരാണ്. അവര് പറഞ്ഞു, അതില് ലോകത്തെ ഏറ്റവും അഷ്റഫായ മഖ്ലൂക്കിന് അല്ലാഹു കൊടുത്തത് എങ്ങനെയാന്ന് നോക്കിയാൽ മതി. ലോകത്തെ ഏറ്റവും അഷ്റഫുൽ മഖ്ലൂക്കാരാ? മുഹമ്മദുനിൽ മുസ്തഫ തങ്ങൾ. ആ തങ്ങൾക്ക് അല്ലാഹു എങ്ങനെയാ കൊടുത്തത് നോക്കിയാൽ മതി. ആണുണ്ട് പെണ്ണുണ്ട് അല്ലേ? മുത്തുനബിക്ക് ആണും പെണ്ണും ഉണ്ട്. 4, 3, 7 കൊടുത്തത് മക്കളെ. അപ്പൊ ആണും പെണ്ണും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഖൈർ എന്ന് പറഞ്ഞാൽ. മറ്റത് മോശാണെന്നല്ല, എല്ലാം നല്ലതാണ്. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച രൂപത്തിലാണ് അവൻ തരിക. എന്നാലും കൂട്ടത്തിൽ നമ്മൾ കൂടുതൽ സന്തോഷിക്കൽ അപ്പോഴാണ്. ഏത് ആണും പെണ്ണും ഉണ്ടാകും. അള്ളാഹു നമുക്കൊക്കെ ആണും പെണ്ണുമായ മക്കളെ അള്ളാഹു നൽകട്ടെ. നമ്മളെ മക്കൾക്കും അള്ളാഹു നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പറയാനുള്ളത്, മക്കളോട്, ആ മക്കൾ എന്ന് പറയുന്നത് സീനത്തുൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. മക്കള് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യവും കൂടെ പറയട്ടെ. ചൊറുക്കാണ്, ഭംഗിയാണ്, ഈ ലോകത്തിന്റെ അന്തസ്സാണ് മക്കള് എന്നൊക്കെ പറയുമ്പോ ആ കൂട്ടത്തിൽ പറയാണ് മക്കള് ഫിത്നയും കൂടെയാണ്. ഖുർആൻ പറയുന്നു മക്കള് ഫിത്നയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു, സൂറത്തുൽ അംഫാലിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. വഅലമു അന്നമാ ഔലാദുക്കും അംവാലുക്കും ഔലാദുക്കും ഫിത്ന. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ അംവാലുക്കും, തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത്, വഔലാദുക്കും, നിങ്ങളുടെ മക്കളും, ഫിത്നതുൻ, ഫിത്നതുൻ, അത് ഫിത്നയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഏറ്റുമുട്ടിയില്ലേ? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു എന്ത്? സമ്പത്തും മക്കളും ഭൗതിക ജീവിതത്തിന്റെ അന്തസ്സാണ്, സീനത്തുൽ ഹയാത്തി ദുനിയ. സൂറത്തുൽ അംഫാലിലെ അല്ലാഹു പറഞ്ഞു വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളെ സമ്പത്തും മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീനത്തിന്റെ അർത്ഥം മാറി വെച്ചപ്പോ അപകടം കുടുങ്ങിയതുപോലെ കുടുങ്ങ. ഫിത്ന എന്ന് പറഞ്ഞത് അറബിയാണ്. അതിന്റെ അർത്ഥം എന്താ? ചിലര് വെച്ചു കുഴപ്പം. അപ്പൊ പ്രശ്നമാണ്. കുഴപ്പം എന്നർത്ഥം വെച്ചാൽ പ്രശ്നമാണ്. സമ്പത്തും മക്കളും കുഴപ്പമാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെന്തിനാ സക്കരിയ നബി ഇതുവായിരുന്നത്? കുഴപ്പത്തിന് അതുവായിരുന്നത്? ഫിത്നക്ക് അതുവായിരുന്നു? അല്ല. അപ്പൊ ഫിത്നത്തു എന്നുള്ളതിന്റെ അർത്ഥം ഒന്നും കൂടെ അങ്ങോട്ട് കൃത്യാക്കുക. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ അംവാലുക്കും, തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത്, വഔലാദുക്കും, നിങ്ങളുടെ മക്കളും, ഫിത്നതുൻ, നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ അത് ഹൈറായ മാർഗത്തിലും ആക്കാം, ഷർറായ മാർഗത്തിലും ആക്കാം. ആക്കുന്നത് നിങ്ങളാണ്. അതിനനുസരിച്ച് അല്ലാഹു കൈകാര്യം ചെയ്യുന്നു. ഇതാ നിന്റെ അർത്ഥം. മക്കളാണെങ്കിലും സ്വത്താണെങ്കിലും അങ്ങനെ തന്നെ. അത് നല്ല നിലക്കാക്കാനും നമുക്ക് കഴിയും, വടക്കാക്കാനും കഴിയും. മക്കളെയും വടക്കാക്കാം, നന്നാക്കാം. സമ്പത്തും വടക്കാക്കാം, നന്നാക്കാം. സമ്പത്ത് നന്നാക്കിയാലോ? റസൂലുള്ളാഹി പറഞ്ഞു നിഅമൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി തങ്ങൾ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് പറയാൻ, നാളത്തെ യുദ്ധത്തിന് നിങ്ങൾ ആണ് യുദ്ധത്തിന്റെ ക്യാപ്റ്റൻ, നിങ്ങളാണ് യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. അദ്ദേഹം ചോദിച്ചു, നബിയെ എന്തിന് എന്നെ അമീറാക്കണം, എന്നെ നേതാവാക്കണം? റസൂലുള്ളാഹി മറുപടി പറഞ്ഞു,
യുദ്ധത്തിന് ഞാൻ പറയാതെ തന്നെ, സമരത്തിന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പോകും, അമീറാക്കാതെ തന്നെ നിങ്ങൾ പോകും. പോകണമെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ പോയിക്കൊള്ളും. പക്ഷെ അമീറാക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ സാമ്പത്തികമായി കുറച്ച് തളർന്നിരിക്കുക. നാളത്തെ സമരത്തിൽ വൻ വിജയം കിട്ടാൻ സാധ്യതയുണ്ട്. വിജയം കിട്ടിയാൽ അമീർ എന്ന നിലക്ക് നിങ്ങൾക്ക് ഗനീമത്ത് സ്വത്തിൽ നിന്ന് അള്ളാഹു അനുവദിക്കുന്നത് പ്രകാരം നിങ്ങൾക്കൊരൽപ്പം നൽകിയിട്ട് നിങ്ങളെ സാമ്പത്തിക കെട്ടുറപ്പുള്ളയാളാക്കാൻ എനിക്കൊരു തീരുമാനമുണ്ട്. ഒരൽപ്പം സാമ്പത്തിക കെട്ടുറപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ്, ഗനീമത്ത് സ്വത്തിന് വേണ്ടിയിട്ടാണ് നാളെ നിങ്ങളെ ഞാൻ ഇന്ന സമരത്തിന്റെ അമീറാക്കുന്നത്, നേതാവാക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം റസൂലുള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മുത്തുനബിയെ, നിങ്ങൾ എന്നെ ദുനിയാവിന്റെ ആളാക്കി മാറ്റുകയാണോ? നിങ്ങൾ എന്നെ ദുനിയാവിന്റെ ആളാക്കുകയാണോ? പൈസ ഞാൻ നവർമൈൻഡ് ആക്കുന്ന സാധനം, അത് എനിക്കൊരു വിഷയമല്ല. പൈസ, എനിക്ക് ഷഹാദത്ത്, ഷഹീദാകാൻ താല്പര്യമുണ്ട്, സമരത്തിൽ പങ്കെടുത്ത കൂലി കിട്ടാൻ താല്പര്യമുണ്ട്. ഈ ഗനീമത്ത് സ്വത്ത് എന്ന ഈ ചെറിയ പരിപാടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ ദുനിയാവിന്റെ ആളാക്കുകയാണോ നബിയെ എന്ന് വെച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിരുപാധികം. നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. നല്ല മനുഷ്യന്റെ കയ്യിലെ നല്ല പണം എന്തൊരഴകാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. നല്ല മനുഷ്യന്റെ കയ്യിൽ നല്ല പണം എന്തൊരു ചന്തമാണ്. നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. പക്ഷെ രണ്ട് സ്ഥലത്ത് രണ്ട് ഉപാധി റസൂലുള്ളാഹി വെച്ചിട്ടുണ്ട്. രണ്ടും ശ്രദ്ധിക്കണം. നല്ല പണം നല്ലവന്റെ കയ്യിൽ നല്ല അഴകാണ് എന്ന് പറഞ്ഞാൽ പണവും നന്നാവണം, അത് ഉപയോഗിക്കുന്ന ആളും നന്നാവണം. ഏതോ ഒന്ന് വടക്കായ കഴിഞ്ഞു. പണം വടക്കായ ആള് നന്നായിട്ട് കാര്യമുണ്ടോ? വെട്ടിപ്പിലൂടെയും തട്ടിപ്പിലൂടെയും ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ ആള് നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല. മൂപ്പര് സ്റ്റേജിൽ കുറെ സംഭാവന അങ്ങ് ചെയ്തതുകൊണ്ട് സംഗതി നടക്കുമോ? വെട്ടിപ്പിലൂടെയും തട്ടിപ്പിലൂടെയും നേടിയ പണാണെങ്കിൽ നടക്കൂല. പിന്നെ അത് നല്ല പണാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പണം നന്നാവണമെന്ന്. പിന്നെയോ പണം നല്ലതാണ്. നല്ല വാപ്പ സമ്പാദിച്ചത് വാപ്പ കണ്ണു ചിമ്മിയപ്പോ ബന് കിട്ടിയതാ. ബനിപ്പ് ഇതുകൊണ്ട് എന്താ പണി? ഗാനമേളയും അതുപോലെ തന്നെ മറ്റ് വേണ്ടാത്തരും ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് നടത്തുകയാണ്. കാളപ്പൂട്ട് മത്സരത്തിലേക്ക്, ഗാനമേള സദസ്സിലേക്കൊക്കെ ആയിരങ്ങൾ 10,000 ഇങ്ങനെ കൊടുക്കുന്നു. ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നല്ല വാപ്പാന്റെ പണാണ്, നല്ല ആചാരുണ്ടാക്കിയ പൈസയാണ്. പക്ഷെ മകനെ ദീൻ പഠിപ്പിക്കാത്തത് കൊണ്ട് മകൻ അത് ദുർവിനിയോഗം ചെയ്യാണ്. അപ്പൊ ഈ ചീത്ത മനുഷ്യന്റെ കയ്യിൽ നല്ല പണം എത്തിയപ്പോ അത് വഷളായി. നബിതങ്ങൾ പറഞ്ഞു, പണവും നന്നാവണം, കൈകാര്യക്കാരനായ ആളും നന്നാവണം. നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. അപ്പൊ പണം മോശപ്പെട്ടതല്ല എന്നതുപോലെ തന്നെ മക്കളും. അപ്പൊ പണവും മക്കളും എന്ന് പറയുന്നത് ഫിത്ന, അത് പരീക്ഷണമാണ്. നിങ്ങൾക്കത് ഖൈറും ശർറുമാക്കാൻ കഴിയും, നിങ്ങളത് ഖൈറിലാക്കണം. അതാണ് ആയത്തിന്റെ അർത്ഥം. സൂറത്തുൽ അംഫാലിൽ അല്ലാഹ് പഠിപ്പിച്ചത് അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കള് പരീക്ഷണമാണ്. ആ മക്കള് വഷളായി പോകുന്നത് സൂക്ഷിക്കണം കേട്ടോ. മക്കള് വലിയ നിഅ്മത്താണ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു തആല പറയുന്നത് കാണാം. സൂറത്തുൽ തഗാബുനിൽ ഒരായത്ത്, സൂറത്തുൽ തഗാബുനിലെ ഒരായത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കട്ടെ. വല്ലാത്ത ഒരായത്താണ്. സൂറത്തുൽ തഗാബുനിൽ ഒരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഓ വിശ്വാസികളെ, കേട്ടോ കേട്ടോ, മക്കളെയും ഭാര്യമാരെയും ഒക്കെ കരുതണം എന്നാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ ഇണകളിലും ആണുങ്ങളോട് പറയുന്നു നിങ്ങളുടെ പെണ്ണുങ്ങളിൽ, പെണ്ണുങ്ങളോട് പറയുന്നു നിങ്ങളുടെ ആണുങ്ങളിൽ, രണ്ടും പെട്ടും. ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിലും, വഔലാദിക്കും, നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്കുണ്ട്, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട്. നിങ്ങളെ കെട്ടിയോള് ചിലപ്പോൾ നിങ്ങളെ ശത്രുവാകും, നിങ്ങളെ ഭാര്യ നിങ്ങളെ ശത്രുവാകും, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ശത്രുവാകും, നിങ്ങളെ മക്കൾ നിങ്ങളെ ശത്രുവാകും. കരുതണം. ഫഹ്ദറൂഹും, അവരെ കരുതിയിരിക്കണേ. ശത്രുക്കളായ പെണ്ണിനെയും ആണിനെയും മക്കളെയും നിങ്ങൾ കരുതിയിരിക്കണം. ഭർത്താവ് പഴച്ച പാർട്ടിക്കാരനാണെന്ന് കരുതി നീയുമായി എടാ കൊടുത്ത് നിന്നുകൊടുക്കരുത് പെണ്ണേ, പറ്റൂല. നിന്നെ അവൻ നരകത്തിലേക്ക് കൊണ്ടുപോകും. ശ്രദ്ധിക്കണം.
നിസ്കരിക്കുന്ന കുടുംബത്തിൽ നിന്ന് നിസ്കരിക്കാത്ത കുടുംബത്തിലെത്തുമ്പോൾ ആ ഭർത്താവിനെ നിസ്കരിപ്പിക്കാൻ നോക്കുക വേണ്ടത്. അല്ലാതെ നീയും കൂടെ അവിടുത്തെ ചുറ്റുപാടിനനുസരിച്ച് നിസ്കാരം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. പ്രിയപ്പെട്ട പെങ്ങളെ കേട്ടോ, പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, നിങ്ങൾ കരുതിയിരിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാ. ചില ആളുകൾക്ക് വാപ്പാനോടും മക്കളോടും ഭാര്യമാരോടും കാര്യം തുറന്നു പറയാൻ കഴിയാറില്ല. ഇതൊരു വീക്ക്നെസ്സാണ്. പുറത്തുള്ളവരെ മുഴുവൻ നന്നാക്കും, പക്ഷേ സ്വന്തം മക്കളെയും കുട്ടികളെയും നന്നാക്കാൻ കഴിയൂല. ഇതൊരു പോരായ്മ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, കരുതണം. നിങ്ങളെ ഭാര്യമാരിലും നിങ്ങളുടെ ഭർത്താക്കന്മാരിലും നിങ്ങളെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളെ പഴപ്പിക്കാൻ മാത്രമുള്ള കാരണങ്ങൾ ഇപ്പറഞ്ഞ നിങ്ങളുടെ ബന്ധങ്ങളിലുണ്ട്. കരുതണേ. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടത്. കുടുംബം മൊത്തം സ്വർഗത്തിൽ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേ പറ്റൂ, അല്ലെങ്കിൽ കാര്യം അപകടമാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പടച്ചോനെ പേടിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സൂറത്തു തഹരീമിൽ അല്ലാഹു പറഞ്ഞു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ദുഷ്ടജനങ്ങളെയും കല്ലുകളും ഇട്ട് കത്തിക്കുന്ന നരകമില്ലേ, ആ നരകത്തിലേക്ക് നിങ്ങളെ കുടുംബം പോകുന്നത് കരുതണേ. അതാണ് ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും എന്നും പറഞ്ഞത്. കരുതണം, നല്ലോണം കരുതണം. നമ്മളെ ഭാര്യയും മക്കളെയൊക്കെ ദീനീ ചുറ്റുപാടിൽ വളർത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ ഓതിയ സൂറത്തു മറിയമില്ലേ, ആ സൂറത്തു മറിയമിൽ തന്നെ കാണാം. സൂറത്തു മറിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സൂറത്തു മറിയം എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരുടെ മൗലിദാണ്. ആരോ ഒരാൾ പറഞ്ഞു, മൗലിദ് ഓതുന്നതിന് ഖുർആനിൽ തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനല്ല, ലോകത്തുള്ള മുഴുവൻ മഹാന്മാരുടെ മൗലിദിനും ഖുർആനിൽ തെളിവുണ്ട്. എന്തേ കാരണം? സൂറത്തു മറിയം തന്നെ ഒന്നാം തരം മൗലിദാണ്, അല്ലേ? മറിയം ബീവിയുടെ പേരിലുള്ള സൂറത്തു മറിയം ഒന്ന് ഓതി നോക്ക്. തുടക്കം തന്നെ ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, ഒന്നാമത്തെ ആയത്തന്നെ സക്കരിയ നബിയെ പറ്റിയാ നേരത്തെ കേട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, യഹ്യാ നബിയെ പരാമർശിക്കുന്നു. എന്നിട്ട് യഹ്യാ നബിയുടെ അവിടുത്തെ മഹത്വം ഇങ്ങനെ വിളിച്ചു പറയാണ്. വാതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനം മില്ലദുന്നാ വസകാതൻ വകാന തഖിയ്യ വബറൻ ബിവാലിദൈഹി ലം യകുൻ ജബ്ബാറൻ നസിയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഇതൊക്കെ യഹ്യാ നബിയുടെ പവറുകളാണ്. ആ കൂട്ടത്തിൽ വദ്കുറു ഫിൽ കിതാബി മറിയം, നബിയെ ഈ വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ മറിയം ബീവിയുടെ കഥയൊന്ന് പറയണം, മറിയം ബീവിയെ ഒന്ന് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് മറിയം ബീവിയുടെ കഥയൊക്കെ ഇങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർക്കണം, പറയണം. അത് കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാഹു വദ്കുറു ഫിൽ കിതാബി മൂസാ നബിയെ പറ്റി പറയണം. അത് കഴിയുമ്പോഴേക്ക് വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ നബിയെ പറ്റി പറയണം. വദ്കുറു ഫിൽ കിതാബി ഇദ്രീസ്. ഇങ്ങനെ പോവുകയാണ് സൂറത്ത് മറിയം. ഞാൻ ഇപ്പൊ അടുത്ത് ഒരു സ്ഥലത്ത് 5 ദിവസം സൂറത്ത് മറിയം അവതരിപ്പിച്ചു. വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ, അത് പറയാനാ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. അതിൽ ഇസ്മായിൽ നബിനെ പറ്റി പറഞ്ഞപ്പോ ഇസ്മായിൽ നബിന്റെ മഹത്വം പറഞ്ഞാൽ തരാം. ഓരോ മഹാന്മാരെ പറ്റി അവരെ വേർതിരിക്കുന്ന മഹത്വങ്ങൾ ഇങ്ങനെ പറയാം, അവരുടേതെന്ന് പറയാൻ പറ്റുന്ന ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറയാം. അതിൽ ഇസ്മായിൽ നബിന്റെ ഗുണം പറഞ്ഞത്, ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ, വാഗ്ദത്തം പൂർത്തീകരിക്കുന്നയാളായിരുന്നു ഇസ്മായിൽ നബി. വകാന റസൂലൻ നബിയ്യ, നബിയും റസൂലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ, സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെ കൽപ്പിക്കുന്ന ആളായിരുന്നു. എന്താ ഇത്ര എടുത്തു പറയാൻ?
വകാന ഇൻദ റബ്ബിഹി മർദിയ, റബ്ബിന്റെ അടുത്ത് സ്വയം പൊരുത്തപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ സ്വന്തമായിട്ട് സ്വാലിഹായിരുന്നു. അതോടൊപ്പം കുടുംബത്തോട് നിസ്കരിക്കാനും നോമ്പോൽക്കാനും പറയും ചെയ്യും. യൗമുറു അഹ്ലഹു ബിസ്സകാ ബിസ്സലാത്തി വസ്സകാ. നിസ്കാരം എന്ന് പറഞ്ഞ സാമ്പത്തിക ഇബാദത്തുകളെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണ്. സകാത്ത് എന്ന് പറഞ്ഞ സാമ്പത്തിക ഇബാദത്തുകളെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണ്. അപ്പൊ അതിന്റെ മൊത്ത അർത്ഥം മഹാന്മാരിങ്ങനെയാ പറഞ്ഞത്, സാമ്പത്തികവും ശാരീരികവുമായ ബാധ്യതകൾ അള്ളാഹുവിനെ അടച്ചു തീർക്കണം എന്ന് കുടുംബത്തെ എപ്പോഴും ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. ആര്? നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. മുത്തുനബി നമ്മളോട് പറഞ്ഞില്ലേ, നമ്മളെ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കണം. ഹബീബുനാ റസൂലുള്ളാഹി സുബ്ഹാന മൻ ജല്ല ജലാലു. ഞാൻ പറയുന്നു, പല വീടുകളിലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഹാജിമാരും ഹജ്ജുമ്മമാരും അത്തരത്തിലുള്ളവരുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ടാകും. രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. പിന്നെ ഒരു ജുസ് ഖുർആൻ ഓതും. ആര്? വീട്ടിലെ വാപ്പിമ്മയും. പക്ഷേ തൊട്ടടുത്ത റൂമിൽ ഉറങ്ങണ മരുമകൻ അല്ല മരുമകൾ, മകന്, അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടി, SSLCക്ക് പഠിക്കുന്ന കുട്ടി, ഓലൊക്കെ എണീക്കുക. ഇത് വാപ്പ അറിഞ്ഞുകൊണ്ടാ, ഇതും അറിഞ്ഞുകൊണ്ടാ. വാപ്പാക്കും വിഷയമല്ല, അമ്മാക്കും വിഷയമല്ല, കുട്ടികളല്ലേ. ഏത് 10-30 വയസ്സായ 15 വയസ്സിന്റെ അപ്പുറത്തുള്ളതൊക്കെ കുട്ടികളല്ലേ എന്നിട്ട് നമ്മളിങ്ങനെ നമ്മൾ വിടേ. 10 വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിക്കാത്ത ഒരൊറ്റ അംഗവും വീട്ടിലുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങളൊക്കെ നന്നായി സഹകരിക്കണം. പിന്നെ കവർ നൽകുന്നുണ്ട്. നാളെ നല്ല സംഭാവന കവറിൽ നിങ്ങളൊക്കെ കൊടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ പാവപ്പെട്ട പ്രവർത്തകരെ നിങ്ങൾക്ക് എന്തു കൊടുത്ത് സഹായിക്കാൻ പറ്റിയാലും അൽഹംദുലില്ലാഹ് അത് സന്തോഷമാണ്. നാളെ കവർ കൊണ്ടുവരുമ്പോൾ നല്ല സംഖ്യ അതിൽ നൽകുക. കാരണം ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് പിരിവ് ചോദിച്ചിട്ട് വയല് പറയാൻ സമയമില്ലാതെ ആക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. കാരണം ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും നൽകാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. 5 ദിവസം വയല് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് വല്ലതും വേണമെന്നുള്ള നിലക്കല്ല ഈ പറയുന്നത്. ഇവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കുക, നന്നായി സഹായിക്കുക. നന്നായി സഹായിച്ചാൽ അൽഹംദുലില്ലാഹ് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി ഒരു 5 ദിവസം പറഞ്ഞു തരണമെന്ന് പറഞ്ഞാലും എനിക്ക് ഡേറ്റ് ഇല്ലാന്ന് ആമുഖമായിട്ട് പറയാണ്. പക്ഷെ ഒഴിവുള്ളൊരു സമയത്ത് വിളിക്കുകയാണെങ്കിൽ വരാം. അതിന് നിങ്ങളൊന്നും തരണമെന്നില്ല. സന്തോഷത്തോടെ ഈ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത കൊല്ലം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറുവാടിയിൽ ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതിയാൽ കിട്ടുന്ന കൂലി പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ പ്രഭാഷണം വരെ ഒറ്റ ദിവസം ഒഴിവാക്കിയിട്ടില്ല, ഒരു വെള്ളിയാഴ്ചയാണ് ഒഴിഞ്ഞു പോയതെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു 2 ആൾ ഒന്ന് പറഞ്ഞിട്ടാൽ മതി. അതാണ് എനിക്ക് ആവശ്യം. അതുപോലെ ഒരു 2 ആൾ വന്നിട്ട് ഇവിടെ പറയാൻ ആളുണ്ടെങ്കിൽ സന്തോഷം, മർഹബ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എത്രയും പറയും. കാരണം അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ നമുക്ക് ഗുണം കിട്ടും, സന്തോഷം കിട്ടും. പ്രിയപ്പെട്ട സഹോദരാ, ചിന്തിച്ചോ. വയല് കേട്ടാൽ മാറ്റങ്ങളാ വരേണ്ടത്, സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുടുംബത്തോട് നിസ്കരിക്കാൻ പറഞ്ഞിരുന്നു. നമ്മളത് പറയണമെന്നാ ഞാൻ പറയുന്നത്. കുടുംബത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സെറ്റപ്പാക്കിയെടുക്കണം. അപ്പൊ നേരം വെളുത്ത് നമ്മൾ എണീറ്റ് ഒരു ജുസ് ഖുർആൻ ഓതി, അതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. ഈ വലിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഒന്ന് വിളിക്കേണ്ട ബാധ്യത അമ്മാക്കും ബാപ്പാക്കുണ്ട്. മകനും മകന്റെ കുട്ടികളും ഒക്കെ കിടന്നുറങ്ങാ, വലിയ മാത്രം എഴുന്നേറ്റ് നിസ്കരിക്കുക പോരാ, ഇടപെടണം. 40 വയസ്സായ മകൻ നിസ്കരിക്കാൻ എണീക്കണില്ലേ, അവനോടൊക്കെ കുറച്ച് കടുത്ത ഭാഷയിൽ പറയണം. കുടുംബത്തോടും മക്കളോടും നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത് എത്ര ബറക്കത്തുള്ള കാര്യാ. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, റഹിമല്ലാഹു റഅൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖള അഹ്ലഹു ഫഇൻ അബത് ഫനളഹത് വജ്ഹഹാ ബിൽ മാ. സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു. ഇത് തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റിയാ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാറോ, സൗകര്യത്തിന് ഈ ഹദീസ് നമ്മൾ സുബൈമക്കണ്ട് ഒപ്പിച്ചു നോക്കുക. അങ്ങനെയെങ്കിലും ശരിയായി കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. അതിനും വേണ്ടി പറയാം. തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റിയാണ് നബി പറഞ്ഞത്, രാത്രി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുക.
അത് മൂപ്പര് മാത്രം നിസ്കരിക്കല്ല, വയഖല്ലാഹുലഹു, അയാളുടെ കുടുംബിനെ അയാൾ വിളിച്ചുണർത്തി, കുടുംബത്തിനെ വിളിച്ചുണർത്തി, അഖിലിനെ വിളിച്ചുണർത്തി, കുടുംബക്കാരെ എണീക്കുന്നു. അവൾ എണീക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവൾ വിസമ്മതിച്ചാൽ മുഖത്തേക്ക് വെള്ളം അങ്ങോട്ട് കുറഞ്ഞു, മുഖത്തേക്ക് വെള്ളം, ഒരു കപ്പ് വെള്ളം എടുത്തു മുഖത്തേക്കാണ്ട് ഒഴിച്ചു, അപ്പം അങ്ങോട്ട് തട്ടി കടഞ്ഞിങ്ങോട്ട് എണീറ്റു. അവളും നിസ്കരിച്ചു. ആ മനുഷ്യൻ അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൊടുത്തിരുന്നു. എണീക്കാൻ മടിയുള്ള പെണ്ണാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടെങ്കിലും എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കണം. അങ്ങനത്തെ പുരുഷനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. നിർത്തിയില്ല, നബി തുടർന്നു, വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെയും അല്ലാഹു തആല അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ തിരുനാക്കുകൊണ്ട് ദുആ ചെയ്യാണ്. എന്ത്? ഒരു പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഏതാ പെണ്ണ്? ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്ത്, രാത്രി എഴുന്നേറ്റിട്ടോൾ നിസ്കരിച്ചു. അവളുടെ ഭർത്താവിനെ വിളിച്ചുണർത്തി, കുടുംബത്തെ വിളിച്ചുണർത്തി. അവരെ എണീക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ എണീക്കാൻ വിസമ്മതിക്കുകയാണോ, അവന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു, വെള്ളം ഒഴിച്ചിട്ട് കുടഞ്ഞിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ നിസ്കരിച്ചാൽ ആ പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി ദുആരക്കുന്നത്. എന്താ ഈ സംഗതി? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, ഇതിപ്പോ ഈ ഹദീസ് കേട്ടിട്ട് നാളെ പുതിയാപ്പിളാരെ മൊത്തക്കെങ്ങാനും വെള്ളം തേകിയാൽ ചിലപ്പോ ഇവിടെ ആകെ പ്രശ്നമാവും. ഇതിന്റെ അവസാനത്തെ വേളയ്ക്ക് അതുപോലെ തന്നെ കുറെ എണ്ണത്തിന് പുതിയാപ്പിളാരില്ലാതെയാവില്ല. കാരണം അതാണ്, അതിനൊക്കെ പാകമായിട്ടുള്ളൂ. നമ്മളെ ആണുങ്ങൾ ഇപ്പൊ അതിനൊക്കെ പാകമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വെള്ളം ഭർത്താവിന്റെ മുഖത്തേക്ക് ഒഴിക്കണം എന്നല്ല പറയുന്നത്. കാരണം നിങ്ങൾക്ക് അതിനൊന്നും ഉള്ള ഒരു പാകപ്പെട്ട ഒരു കൽബ് നിങ്ങളുടെ പുതിയാപ്പിളക്ക് ആയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നല്ല തന്ത്രം ഉണ്ടാകും. ഒരിക്കലും ഞാൻ ആ മാമൂല് ചെയ്യൂല എന്ന് പറഞ്ഞൂലേ, നിങ്ങളെ അനുജത്തിനെ കെട്ടിക്കുന്ന നിങ്ങളൊരു മാമൂല് പറഞ്ഞു, ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞ ഭർത്താവിനോട് നിങ്ങൾ ചെയ്യിച്ചല്ലോ. ആ ഒരു യുക്തിയില്ലേ, അത് നിസ്കരിക്കാൻ ഉപയോഗിച്ചാൽ മതി, നിസ്കരിപ്പിക്കാൻ ഉപയോഗിച്ചാൽ മതി. ചെയ്യൂല എന്ന് പറഞ്ഞ പലതും നിങ്ങളെ പുതിയാപ്പിളാരോട് നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ യുക്തിയും തന്ത്രവും ഒക്കെ കാണിക്കേണ്ടത് നിസ്കരിക്കാത്ത ഭർത്താവിനെ നിസ്കരിപ്പിക്കാനാണ്, നിസ്കരിക്കാത്ത കുട്ടികളെ നിസ്കരിപ്പിക്കാനാണ്. ചീഞ്ഞ ഏർപ്പാടിനല്ല യുക്തിയും ഈ തന്ത്രവും ഒന്നും കാണിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് വിജയിക്കും, ഞാൻ തീർത്തു പറയുന്നു. അല്ലാതെ ഇത്തരം ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കരുതെന്നാണ് റസൂലുള്ളാഹി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാ. റസൂലുള്ളാഹിന്റെ ഗൗരവം ഇങ്ങനെ ചെയ്താൽ, നമ്മളെ ഭാര്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. രാവിലെ എഴുന്നേറ്റിട്ട് വിളിച്ചിട്ട് നമ്മൾ എണീക്കുന്നില്ല, എന്നാലും വെള്ളം ഒഴിച്ച ഭാര്യയാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് മുത്തുനബിയോട് സ്നേഹമുണ്ട് എന്ന് പറയാം, അള്ളാനോട് സ്നേഹമുണ്ട് എന്ന് പറയാം. അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഏതായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ആണും പെണ്ണും ഒരുമിച്ച് വെള്ളയേക്കാൻ വന്നോലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് പറഞ്ഞു ഉറച്ചാൽ മതി. പിന്നെ നാളെ സുബൈക്ക് എണീച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉസ്താദ് പറഞ്ഞു ചെയ്യൂട്ടോ എന്നൊന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. നിങ്ങൾ ചെയ്യാനല്ല ഈ പറഞ്ഞത്, നിങ്ങൾ വിളിക്കുന്നത് വരെ ഒരു കൃത്യമായ അകലം പാലിച്ചിട്ടാണ്. കാലെത്തുന്നോടത്ത് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടും. അപ്പൊ ഒരു കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് നല്ലത്. ഞാൻ പറയുന്നത് സഹോദരിമാരോട്, തന്ത്രത്തിൽ എങ്ങനെയെങ്കിലും ഒരു നിസ്കരിക്കാത്ത ഭർത്താവിനെ നിസ്കരിപ്പിക്കാനായാൽ, മകനെ നിസ്കരിപ്പിക്കാനായാൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടാണ്. സുബ്ഹാനല്ലാഹ്. മക്കളെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നുണ്ട്, ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട്, രോഗമാകുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഏത് സ്ഥാപനമാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് നോക്കി അവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. മതകാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ? നോട്ടമില്ല. നോമ്പ് നോൽക്കുന്നുണ്ടോ? നോട്ടമില്ല. ഖുർആൻ ഓതുന്നുണ്ടോ? നോട്ടമില്ല. അതൊന്നും നോക്കാൻ ആളില്ല, ആവൂല. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാരുണ്ടാവും ആരാനെ നന്നാക്കാൻ നല്ല ഉഷാറായിരിക്കും. ആരാനെ നന്നാക്കാൻ സ്വന്തമാകുമ്പോ മൂപ്പർക്കൊരു ആ ഊക്കൊക്കെ കുറയും. ചിലർ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു പെണ്ണ് നടന്നു പോകുമ്പോ അവളുടെ തലനാരുകളിൽ, മുടികളിൽ ഏതെങ്കിലും ഒരു മുടി പുറത്തെങ്ങാനും ആ പെണ്ണിന്റെ അശ്രദ്ധ കാരണം
തട്ടിട്ടിട്ടുണ്ട്, മുഖമക്കനെ ധരിച്ചിട്ടുണ്ട്. എന്നിട്ടും പുറത്ത് ഒന്ന് കണ്ടുപോയെങ്കിൽ ഇയാൾ നിന്ന് പറയും കെട്ടിയോനെ പറഞ്ഞാ മതി. ഇയാളിങ്ങനെ പറയും കെട്ടിയോനെ പറഞ്ഞാ മതി. അങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ നടക്കാൻ അനുവദിക്കാൻ പറ്റുമോ? ആ പെണ്ണ് ചെയ്തത് മോശമാണ്, അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയതായിരിക്കും. പക്ഷെ അതല്ല വിഷയം. പിന്നെ ഇവൻ പെണ്ണിട്ടുമ്പോളോ, ഇവൻ തൊപ്പിയിട്ടിട്ടുണ്ട്, താടിയും വെച്ചിട്ടുണ്ട് നല്ല മട്ടത്തിൽ. പക്ഷെ ഇവന്റെ പെണ്ണുങ്ങൾ തലേ തട്ടം തന്നെ ഇടുന്നില്ല. ഇങ്ങോട്ട് ഓളോടൊന്ന് ഇടുന്ന് പറയാനുള്ള വോയിസും വരില്ല. എത്ര ആളുകളെ കാണാം നാട് മുഴുവൻ നന്നാക്കിയിട്ട് ഭാര്യയോട് നേരെ ചൊവ്വെ നിസ്കരിക്കാത്ത പെണ്ണിനോട് എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് പറയാൻ വോയിസ് ഇല്ലാതെ പോയാൽ, അതിനുള്ള ശബ്ദം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെ ചങ്കിൽ കുടുങ്ങിപ്പോയാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ആഖിറം രക്ഷപ്പെടില്ല. മക്കളാകുമ്പോ വേറൊരു നിലപാട്. ഭാര്യയും മക്കളും ആകുമ്പോൾ പറയാൻ ഒരു ചമ്മല്. ആ ചമ്മല് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ചിലര് നല്ല കൃത്യമായിട്ട് ജീവിക്കുന്നവർക്ക് തന്നെ എന്ത് ചെയ്യും, പറയാതെ ഇങ്ങനെ നടക്കുന്നവരുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പിന്നെ ചിലരുണ്ട് പറയാ യോഗ്യത അല്ലാത്തതിന്റെ പേരിൽ. കാരണം എന്താ, മക്കളോടും കുട്ടികളോടും പറയണമെങ്കിൽ നിങ്ങളോട് വയലു പറയാൻ എളുപ്പമാണ്. പക്ഷെ എന്റെ വീട്ടിൽ പോയിട്ട് വയലു പറയണമെങ്കിൽ ഞാൻ ആദ്യം നന്നാകും. നിങ്ങളെ മുമ്പിൽ വയലു പറയാൻ 2 മണിക്കൂർ കീപ്പ് ചെയ്താൽ മതി. 2 മണിക്കൂർ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. എന്റെ നോട്ടം, എന്റെ സംസാരം ഒക്കെ ഒന്ന് കൃത്യമായിട്ട് സൂക്ഷിച്ചാൽ മതി. ഇവിടുന്ന് പോയാൽ എനിക്ക് ഞാൻ കണ്ടതുപോലെയാകാം. അത് നിങ്ങളറിയില്ല. നിങ്ങളോട് വയലു പറ്റിയെന്നും വന്ന് പറയാം. പക്ഷേ ഞാൻ കൃത്യമായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് വച്ചില്ലെങ്കിൽ, ഖുർആൻ ഓതിയില്ലെങ്കിൽ, അള്ളാനെ പേടിച്ച് ജീവിച്ചില്ലെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഹലാലും ഹറാമും ഇല്ലെങ്കിൽ കെട്ടികളോടും കുട്ടികളോടും പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം ഓല് ഇതൊക്കെ അറിയും. ഇതാ വിഷയം. അപ്പൊ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസക്ക എന്ന് പറയുന്ന ആള് സ്വന്തം ഏതായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്വയം പെർഫെക്റ്റ് ആവുകയും മറ്റുള്ളവരെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുകയും വേണം. അവരെയൊക്കെ പൂർണ്ണരാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല ആക്കി തരട്ടെ, അല്ലാഹു ആക്കി തരട്ടെ. ഞാൻ പറയുന്നു, മക്കളോടുള്ള വാത്സല്യം കാരണം അതാ സത്യം തുറന്നു പറയാൻ കഴിയാതെ പോകുന്നവരുണ്ട്. സത്യം തുറന്ന് പറയാൻ കഴിയാതെ പോകുന്നവരുണ്ട്. മക്കളോടുള്ള വാത്സല്യം കാരണമായി ഈമാൻ വരെ പിഴച്ചു പോകുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഈ അൽ-കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതനെന്ന് പടച്ചോൻ വെറുതെ പറഞ്ഞതല്ല. അൽ-കഹ്ഫില് ആഴ്ച തോറും ആവർത്തിച്ചു വായിക്കേണ്ട കുറെ സന്ദേശങ്ങളുണ്ട്. ഒരു 7 ദിവസത്തെ വഅള് വെക്കുക, അല്ലെങ്കിൽ 10 ദിവസത്തെ വഅള്. എന്നിട്ട് ആ 10 ദിവസത്തെ വഅളിൽ അൽ-കഹ്ഫ് മുഴുവനും പറയല്ല. അൽ-കഹ്ഫിൽ നിന്ന് ആഴ്ച തോറും വായിച്ചിരിക്കേണ്ട പാഠങ്ങൾ ധാരാളം ഉള്ളതാ അൽ-കഹ്ഫിൽ. അത് മാത്രം ഒന്ന് പഠിക്കുക സുഹൃത്തെ, അപ്പോഴാ നമ്മൾ നന്നാവുക. അൽ-കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ആഴ്ച തോറും വീണ്ടും വീണ്ടും ഓർക്കേണ്ട കുറെ പാഠങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ഈ അൽ-കഹ്ഫ് നമ്മൾ ഇങ്ങനെ ഓതിപ്പോകുമ്പോ അതിലൊരു കഥ കാണും. ആരുടെ കഥ? മൂസാ നബിയുടെയും ഖിളിർ നബിയുടെയും കഥ. ഞാനത് പറയല്ല, അത് പറയാൻ നിന്നാ സമയമല്ല. ഞാനതിൽ ഒരു ഭാഗം മാത്രം പറയുന്നു. ആ മൂസാ നബിയും ഖിളിർ നബിയും ഇങ്ങനെ പോകുമ്പം ഒരു മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പം ആ കുട്ടിയുടെ തല പിടിച്ചിങ്ങ് ഇരിഞ്ഞു. അല്ലേ? ആ കഴുത്ത് കണ്ട് ഇരിഞ്ഞുകൊണ്ട് എടുത്തു. കുട്ടിന്റെ തലയും ഉടലും രണ്ടാക്കിയാണിട്ട് ആണ് പോയി, ആണ് കൊന്നു, നിഷ്ഠുരമായിട്ട് കൊന്നു കളഞ്ഞു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. എന്തൊരു ചോദ്യാ ചോദിച്ചത്? മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്റാ. പരിശുദ്ധമായ ഒരു ദാത്തിനെ നിങ്ങൾ കൊല്ലേ? പരിശുദ്ധമായ ഒരു ശരീരത്തെ, തെറ്റെന്താണെന്നറിയാത്ത, പാപം എന്താണെന്നറിയാത്ത ഒരു കൊച്ചുകുട്ടിയെ, പരിശുദ്ധമായ കുട്ടി എന്ന് പറഞ്ഞത് ചെറിയ മകനല്ലേ? ഈ കുട്ടിക്ക് എന്ത് തെറ്റാ? ഈ ചെറിയ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചു കൊല്ലേ? ബിഗൈരി നഫ്സിൻ. ഈ കുട്ടി വേറൊരാളെ കൊന്നിട്ടില്ല. ഒരാൾക്ക് പകരാണെങ്കിൽ കൊല്ലാം, പകരല്ല. ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലഖദ് ജിഅത ശൈഅൻ നുക്റാ. എന്തൊരു തോന്നിയാസാണ് ഈ ചെയ്തത്. ആര്? മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭാഷയിൽ ഖിളിർ നബിയോട് ചോദിച്ചപ്പോൾ ഖിളിർ നബി പറഞ്ഞു, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സ്വബ്റാ. ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടില്ലേ, എന്റെ ഒപ്പം കൂടണ്ട. ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയൂല. കഥ മുഴുവൻ അറിയണവർക്ക് അത് മുഴുവൻ അറിയുള്ളൂ കേട്ടോ. ഞാൻ ഈ ഭാഗം മാത്രമാണ് പറയുന്നു. അപ്പൊ പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു, ഇല്ല ഇനിയൊന്നും ചോദിക്കൂല, ഇനി ഞാനൊന്നും ചോദിക്കൂല, ഒന്ന് വിട്ടുതരണം, ഒന്നും കൂടെ അനുഗമിക്കാൻ അനുവദിക്കണം. അടുത്തേലും ചോദിച്ചു.
അടുത്തയിലും ചോദിച്ചു, അതിനെയും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പം ബഹുമാനപ്പെട്ടവരത് ചോദ്യം ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? പറഞ്ഞു, പിന്നെ നീ നമുക്ക് പിരിയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിരിഞ്ഞിട്ട് പിന്നെ ചെയ്തതിന്റെ ഒക്കെ വ്യാഖ്യാനങ്ങൾ ഖിളിർ നബി പറഞ്ഞു കൊടുക്കാൻ. ഞാൻ എന്തുകൊണ്ടാ കുട്ടിനെ കൊന്നു, ഞാൻ എന്തുകൊണ്ടാ കപ്പല് പൊളിച്ചു, ഞാൻ എന്തുകൊണ്ടാ മതിൽ നേരെയാക്കി. 3 കാര്യങ്ങളാണല്ലോ. അതിൽ കുട്ടിനെ കൊന്ന ന്യായം. ഇത് മാത്രമാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. മറ്റേ നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിന്റെ പാഠങ്ങൾ ഫുള്ളല്ല, സൂറത്തുൽ കഹ്ഫിലെ പ്രധാന പാഠങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ഒരു 7 ദിവസം എവിടെയെങ്കിലും പരിസരത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വളരെ ഉപകാരപ്പെടും. കാരണം ആഴ്ചതോറും നമ്മൾ ആവർത്തിച്ച് വായിക്കേണ്ടതാണ്. ഒരുപാട് പാഠങ്ങളുണ്ട് സൂറത്തുൽ കഹ്ഫിൽ, കുറച്ചൊന്നുമല്ല. അപ്പൊ അന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ ഇവിടെ പറയുന്നത് ആ കുട്ടിനെ എന്തുകൊണ്ട് കൊന്നു, അതിന് മറുപടി പറയുന്നു. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما صدقت يا رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ പറഞ്ഞത്? വഅമ്മൽ ഗുലാം. ഖിളിർ നബി പറഞ്ഞു, മൂസ നബിയെ ഞാൻ ആ കുട്ടിനെ പിടിച്ച് കൊല്ലാനുള്ള കാരണം കേട്ടോളി. വഅമ്മൽ ഗുലാം, ആ കുട്ടി, ഞാൻ കൊന്നുകളഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടി ഫകാന അബവാഹു മുഅ്മിനൈൻ, അവന്റെ മാതാപിതാക്കൾ 1ാം തരം വിശ്വാസികളാകും. വാപ്പിമ്മി നല്ല മനുഷ്യന്മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കൂലേ മൂസ നബി അലൈഹി സ്വലാം, വാപ്പിമ്മി നല്ല കുട്ടികളാണെങ്കിൽ, നല്ല മനുഷ്യന്മാരാണെങ്കിൽ കുട്ടികളെ പിടിച്ച് കൊല്ലലാം അല്ലെ? നോക്കുങ്ങൾ ആ അവതരണവും നോക്ക്. ഞാൻ ആ കുട്ടിനെ കൊല്ലാൻ കാരണം ആ കുട്ടിന്റെ വാപ്പിമ്മി നല്ല മനുഷ്യന്മാരാണ്. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ, വാപ്പിമ്മി നല്ലവരാണെങ്കിൽ കുട്ടികളെ പിടിച്ച് കൊല്ലല. അപ്പോഴേക്ക് ആ ചോദ്യം വരുന്നതിന് മുമ്പ് ഉത്തരം ഫഹശീന, അപ്പൊ നമ്മൾ ഭയപ്പെട്ടു. അൻയുർഹിഖഹുമാ, ഈ കുട്ടി അവരെ നിർബന്ധിക്കുമോ, തുഗയാനം വകുഫ്ര, വഴികേടിനും സത്യനിഷേധത്തിനും നിർബന്ധിക്കുമോ എന്ന് ഭയപ്പെട്ടു. ഈ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ കുഫ്ർ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ കുട്ടി വളർന്നു വലുതായാൽ ഇവൻ ഏറ്റവും വലിയ നാസ്തികനായിരിക്കും, ഏറ്റവും വലിയ മതനിഷേധിയായിരിക്കും, ഏറ്റവും വലിയ ദൈവനിഷേധിയായിരിക്കും, ഇവൻ ഏറ്റവും വലിയ യുക്തിവാദിയായിരിക്കും. ഇവൻ ഇങ്ങനെ അങ്ങോട്ട് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ വളർന്ന് വലുതായി വന്ന് ഇവനൊരു യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവൊക്കെയായി പ്രസംഗിക്കാനും എഴുതാനും സംവാദം നടത്താനും ഒക്കെ ഇങ്ങനെ നടക്കുന്ന കാലത്ത് ഉമ്മാക്കും പാപ്പാക്കും എന്താവും? വയസ്സാവുമ്പോ ഇവന്റെ മണിപ്പേഴ്സ് എന്നാണ് ഏത് നടക്കുക? വീട്ടിലെ ചെലവ് നടക്കുക. വീട്ടിലെ ചെലവ് നടക്കുക. ഇവന്റെ മണിപ്പേഴ്സിന്ന് വീട്ടിലെ ചെലവ് നടക്കുന്ന സമയത്ത് ആ ഉമ്മയും ഉപ്പയും ഇവന്റെ ചെലവ് പറ്റി ജീവിക്കുന്ന സമയത്ത് ഈ ഉമ്മാനും പാപ്പാനും അവൻ പറഞ്ഞ് വശത്താക്കി അവന്റെ പാർട്ടിയിലേക്കാക്കും. അല്ലെങ്കിൽ ഞാൻ തിന്നാൻ തരൂല എന്ന് പറയും. അപ്പാ ഇപ്പൊ തർക്കടില്ല എന്ന് പറയും. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അൽ കഹ്ഫിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, എത്രയോ മാതാപിതാക്കൾ മക്കളോടുള്ള വാത്സല്യം കൊണ്ട് പിഴച്ചു പോകാറുണ്ട്. മക്കളെ കൊണ്ടുള്ള വാത്സല്യം കൊണ്ട് പിഴച്ചു പോകാറുണ്ട്. ഞാൻ എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം പറയുന്നു. ഒരു ഉപ്പ സുന്നത്തിയമാഴത്തിൽ വെരി സ്ട്രോങ് ആയിരുന്നു. നല്ല സ്ട്രോങ്, നല്ല ശക്തമായ നിലപാടാണ്. സുന്നി നല്ലാത്തൊന്നും കേട്ടുകൂടാ, അങ്ങനത്തെ ഒരു വാപ്പയാണ്. പക്ഷെ ഇയാളെ മകന് വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി. ഇയാളെ മകൻ ഗൾഫിൽ പോയി. അവന് വലിയ സമ്പത്തായി, ജോലിയായി. അവൻ ചെന്നുപെട്ടത് ബിദ്അത്തുകാരുടെ ഒരു കേന്ദ്രത്തിലാണ്, ബിദ്അത്തുകാരുടെ കൂട്ടുകെട്ടില. ചുരുക്കി പറയാം, അവൻ മൗലവിമാരുടെയൊക്കെ കേസറ്റും പ്രസംഗവും ഒക്കെ കേട്ട് പക്കാ മുബത്തദിയായി. ഇവൻ വീട്ടിലേക്ക് ലോഡ് കണക്കിന് കേസറ്റുകൾ ഇങ്ങനെ വിടാൻ തുടങ്ങി, സീഡികൾ കൊടുത്തേക്കാൻ തുടങ്ങി. നാട്ടിൽ ലീവിന് വന്നപ്പോ ഉമ്മാനെ വെള്ളിയാഴ്ച തന്റെ കാറിൽ കയറ്റിയിട്ട് പള്ളിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. ഈ പാവ ഉമ്മാനെ, ഈ സുന്നത്തിയമാഴത്തിൽ വാശിയുള്ള വാപ്പാനല്ല ആദ്യം നോക്കിയത് ഉമ്മാനെയാണ്. കാരണം അങ്ങനെയാണല്ലോ, ഉമ്മാരെയാണ് ആദ്യം മക്കൾക്ക് കിട്ടുക. അപ്പൊ ഉമ്മാനെ നോക്കി. ഉമ്മ പറഞ്ഞു, മോനെ എന്റെ കഴുത്തിലായിട്ട് കത്തിവെച്ചാലും ശരി ഞാൻ കയറൂല കേട്ടോ. ഞാൻ വണ്ടി കയറൂല. കാരണം എന്റെ അമ്മയും വല്യമ്മയൊന്നും പള്ളിയിൽ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് തോന്നണമില്ല. ഞാൻ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ പെണ്ണ് പള്ളിയിൽ പോകണ്ടെന്നാ പഠിപ്പിച്ചു. അതുകൊണ്ട് വേറെ പണിയൊക്കെ ഏതായാലും തോറ്റു. ഓൻ പോയി, ഒറ്റക്ക് പോയി. പിന്നെന്ത് ചെയ്തു? പതുക്കെ ഇവന്റെ വീട്ടിലെ, ഇയാളുടെ വീട്ടിലെ ചെലവ് നടത്തുന്നത് ഈ മോനാണ്. എല്ലാ കാര്യങ്ങൾക്കും മോൻ പൈസ കൊടുക്കും. വാപ്പ പതുക്കെ സൈലന്റ് ആയി. ഒരു അനുഭവമാണ്. വാപ്പാനെ വിളിച്ചിട്ട് ചോദിച്ചു, വാപ്പ നിങ്ങൾക്ക് സുന്നത്തിയമാഴത്തിൽ നല്ല ശക്തമായ നിലപാടായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഒന്ന് കുറഞ്ഞു പോയിന്? ഇപ്പൊ എന്താ നിങ്ങൾ പഴയതുപോലെ പീടികയിലൊന്നും ഇറങ്ങിയിട്ട് സുന്നിയൊന്നും പറയുന്നില്ലല്ലോ? വാപ്പ നേരിട്ട് പറഞ്ഞു, മൂല്യാരെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല,
സുന്നത്ത് ജമാഅത്താ സത്യം 100% എനിക്കറിയാം. അതുകൊണ്ടേ നമ്മൾ ജയിക്കുള്ളൂ എന്ന് അറിയാം. പിന്നെ അയാൾ പറഞ്ഞ അതേ ഭാഷ ഉപയോഗിക്കട്ടെ. അയാൾ പറഞ്ഞു, പിന്നെ കുണ്ടപ്പന്റെ പേഴ്സന്നാണ് ഇപ്പൊ വീട്ടിലെ ചെലവൊക്കെ നടക്കുന്നത്. കുണ്ടപ്പനാണ് വീട്ടിലെ ചെലവെടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. മകൻ പറഞ്ഞതാണ്, മോന്റെ പണം കൊണ്ടാണ് വീട്ടിലെ ചെലവെടുക്കുന്നത്. ആ ഉസ്താദെ പഴയതുപോലെ അങ്ങ് സ്ട്രോങ് ആയാല് മോനത് നിർത്തിക്കളയുന്നു. കണ്ടങ്ങള് എങ്ങനെയുണ്ട് റാസിമാമിന്റെ കാഴ്ചപ്പാട്? എങ്ങനെ ഉണ്ട് ഖിദർ നബിയുടെ കാഴ്ചപ്പാട്? അപ്പൊ പിന്നെ നിരീശ്വരവാദി യുക്തിവാദിയൊക്കെ മക്കളായാൽ അതിലേക്ക് മാപ്പയോ അങ്ങോട്ടും ആണോ? അതൊക്കെ ആവാം അല്ലേ? അസത്യാണെന്ന് ബോധ്യപ്പെട്ടിട്ടു ആ അസത്യത്തിന്റെ ഒപ്പം ഒന്നിങ്ങനെ അങ്ങനെ ഒരു സൈലന്റ് ആവുന്നത് എന്തുകൊണ്ടാ? വീട്ടിലെ ചെലവ് നടത്തുന്നത് മക്കളാണ്. അപ്പൊ മക്കള് കേടുവന്നാൽ എന്നത്തേക്കും അതൊരു ദുരന്താണ്. പഠിച്ചോനെ, വലിയ വലിയ മഹാന്മാരുടെയൊക്കെ മക്കൾ പലപ്പോഴും വഷളാവാറുണ്ട്. പഠിച്ചോനെ, ഞങ്ങളെയൊക്കെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവെ നന്നാക്കി തരണേ അല്ലാ. ഒരെണ്ണത്തെ നീ പഠിപ്പിക്കല്ല അല്ലാ. നേരത്തെ സക്കരിയ നബി ദ്വാരുന്നത് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ പിടിച്ച കൊടി, ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം, ഞങ്ങൾ പ്രവർത്തിച്ച പ്രസ്ഥാനം, അതിൽ പ്രവർത്തിച്ചാൽ മതി ഞങ്ങളെ മക്കള്. റബ്ബേ അതിന് തൗഫീക്ക് നൽകണേ അല്ലാ. അതിൽ തൗഫീക്ക് നൽകണേ അല്ലാ. അതിന് തൗഫീക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പം മാതാപിതാക്കളോടുള്ള വാത്സല്യം കൊണ്ട് മനുഷ്യർ കുഴങ്ങിപ്പോകാറുണ്ട്, മനുഷ്യൻ മടക്കാവാറുണ്ട്. പിന്നെ വേറെ ഒരു ഉപ്പ എന്നോടൊരിക്കൽ പറഞ്ഞു, കറാഹത്ത് പോലും ചെയ്യാതെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവൂല. എന്റെ അറിവിലാ ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു വാപ്പയായിരുന്നു, ഒരു മുദർരിസ് ഒക്കെ. ഞാൻ പറയുന്നത് വേദനയോടെ. കറാഹത്ത് പോലും ചെയ്യാത്ത നല്ല അത് പഴയ കാലത്തുള്ള ഉസ്താദുമാരുണ്ടല്ലോ, നല്ല സൂക്ഷ്മതയുള്ള ഉസ്താദുമാർ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒരു 75 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം വാപ്പ കിടപ്പിലായി, ബെഡിൽ പട്ടിച്ച കിടപ്പിലായി. 2-3 കൊല്ലം അങ്ങനെ കിടന്നു. ആ കിടന്ന സമയത്ത് വലിയ മോന് കുറെ കോതാനും ഇതൊക്കെ പറഞ്ഞു അയച്ചു നോക്കിയിട്ടുണ്ട്. 1-2 കൊല്ലം കോതാൻ പോയി. അവൻ പിന്നെ പോന്നു കുത്തനെ. പിന്നെന്ത് ചെയ്തു? അവനെ ബിസിനസ് രംഗത്ത് ഇങ്ങനെ ഉയർന്നു. പിന്നെ ആ മകൻ നാട്ടിലെ അറിയപ്പെട്ട വട്ടിക്കാരനായി. നാട്ടിലെ അറിയപ്പെട്ട വട്ടിക്കാരനായി. ഉസ്താദിനും അറിയാം, വാപ്പാക്കും അറിയാം. എന്റെ മകൻ വട്ടിക്കാരനാണ്. ഒരു ദിവസം ഞാൻ ആ ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ, ഇത് നാടും പേരൊന്നും പറയാതെ പറയുന്നത്, ഒരുപാട് സ്ഥലത്തേക്ക് ഇത് പാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ മാത്രമല്ല ഇവിടെ കേൾക്കുന്നത്. അപ്പൊ അവർക്ക് വിഷമുണ്ടാകരുത്, കുടുംബ ബന്ധുക്കൾക്ക് വിഷമുണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് നാട് പറയാതിരിക്കുകയാണ്. ആ ഉപ്പ എന്നോട് പറഞ്ഞതാണ്, മൂലേരെ വല്ലാത്തൊരു ക്ഷീണമായി പോയിട്ടോ, ദ്വാരക്കണം, ദ്വാ ചെയ്യണം. കാരണം ഒരു 75 വയസ്സ് വരെ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു ഹറാമും തിന്നിട്ടില്ല. ഇന്ന് ഞാൻ തിന്നുന്നത് മുഴുവനും എന്റെ മകന്റെ വട്ടിപ്പണമാണല്ലോ പറഞ്ഞിട്ട് പൊട്ടി അങ്ങ് കരഞ്ഞു. ഒരു ദുർവിധി, ഞാൻ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? അള്ളാഹു തരുന്ന ഓരോ ദുർവിധികൾ ഞാൻ പറയുന്നു, മക്കൾ നന്നായില്ലെങ്കിൽ വലിയ വിഷമാ. അവസാനം വെച്ച് നമ്മളവര് സൈഡാക്കി കളയും. അതാണ് ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീന യുർഹിഖഹുമാ തുഗ്യാനം വകുഫറ. ശരി, അതിനുള്ള കുട്ടിനെയാണ് കൊന്നു കളഞ്ഞാൽ ഇവർക്ക് പിന്നെ മാതാപിതാക്കൾക്ക് വയസ്സാം കാലത്ത് വേറെ മക്കളൊന്നും വേണ്ടേ? ഇവരെ ഈമാൻ കവർച്ച ചെയ്യുന്ന മകനാണെങ്കിൽ തീരെ കുട്ടികളില്ലാതിരിക്കാൻ നല്ലത്. പക്ഷേ ഖിദർ നബി പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ശുദ്ധ ശൂന്യത മുമ്പിൽ വെച്ച് ഇവരെ കൊല്ലല്ല. ഇതിനേക്കാൾ വിശുദ്ധനായ, ഇതിനേക്കാൾ വാപ്പനും ഉമ്മനും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെ അള്ളാഹ് പകരം കൊടുത്തോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു. ഒന്നും കൂടെ അർത്ഥം വെച്ചുതരാം. അർത്ഥം വെക്കണതിൽ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഖിദർ നബി പറയാണ്, നമ്മൾ ഉദ്ദേശിച്ചു. ആരാ ഈ നമ്മൾ? ഖിദർ നബി. നമ്മൾ ഉദ്ദേശിച്ചു, ആ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹ് പകരം കൊടുത്തോട്ടെ, അവരുടെ റബ്ബ് പകരം കൊടുത്തോട്ടെ. ഖൈറൻ മിൻഹു സകാത്തൻ, ഈ കുഞ്ഞിനേക്കാൾ വിശുദ്ധനായ ഒരു കുഞ്ഞിനെ, വഅഖറബ റഹ്മ, ഈ കുഞ്ഞിനേക്കാൾ സ്നേഹബന്ധമുള്ള കുഞ്ഞിനെ അള്ളാഹു പകരം കൊടുത്തോട്ടെ നമ്മൾ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട്, ഈ വെള്ളിയാഴ്ച അൽക്കഹഫ് ബിദഅത്തുകാർ ഓതുമല്ലോ, പക്ഷെ ഓതുമ്പോ ഇതെന്താ ചെയ്യാൻ? കാരണം ഖിദർ നബി പറയാണ്, നമ്മളാണ് തീരുമാനിച്ചു, പടച്ചോൻ കൊടുത്തോട്ടെ. ഇവർക്ക് ഇതിന്റെ അർത്ഥം അറിഞ്ഞാൽ ഇവര് ചോദിക്കും, അള്ളാഹ് കൊടുക്കാൻ ഖിദർ നബി തീരുമാനിക്കാൻ ഖിദർ നബി ആരാന്ന്? അത് അള്ളല്ലേ തീരുമാനിക്കല്? അള്ളാഹ് കൊടുക്കണോ വേണ്ടേ? ഖിദർ നബി കുട്ടിനെ കൊല്ലുമ്പോ മൂപ്പർക്ക് കൊന്നാ പോരെ, മൂപ്പർക്ക് കൊടുക്കണ്ടേ തീരുമാനിക്കാൻ മൂപ്പർക്ക് എങ്ങനെ അധികാരം? നമ്മൾ ഉദ്ദേശിച്ചു അള്ളാഹ് പകരാണ് കൊടുത്തോട്ടെ, അത് കിട്ടും ചെയ്തു അവർക്ക് ആ മക്കളെ, അല്ലേ? അപ്പൊ എന്താണ്, അള്ളാന്റെ ഔലിയാക്കളിൽ ചില ആളുകളുണ്ട്, ഒരു കാര്യം അള്ളാനെ മുൻനിർത്തിയിട്ട് പടച്ചോൻ അങ്ങനെ ചെയ്തോട്ടെ, ഓക്കെ അതങ്ങനെ ചെയ്യും.
CM വലിയുല്ലാഹി പറയാണ്, വയറ്റിൽ മുഴയ ഉസ്താദേ, ഓപ്പറേഷൻ ചെയ്യണം എന്നാ പറഞ്ഞത്. CM വലിയുല്ലാഹി പറയാണ്, ഒരു ഓപ്പറേഷനും വേണ്ട, അത് അല്ലാഹ് സുഖപ്പെടുത്തിക്കോട്ടെ. പിന്നെ പോയി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ പോയിട്ട് പരിശോധിച്ചു നോക്കുമ്പോ വയറിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മുഴയനല്ല. ഒരു സഹോദരൻ എന്നോട് കൊടുവള്ളി ഭാഗത്ത് നിന്ന് അത്ഭുതപ്പെട്ടുപോയി. ഇത് ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് അത്രേ അദ്ദേഹത്തിന്. ഇങ്ങനെ എത്ര അനുഭവമുണ്ട് CM വലിയുല്ലാഹിന്റെ അടുത്ത്. അത് അള്ളാഹ് അങ്ങനെ ചെയ്തോട്ടെ എന്ന് ഇവരാരാ പറയാം? അള്ളയായിട്ട് അടുത്ത ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയും. അതിന്റെ അർത്ഥം അള്ളാഹിനെ അവർ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താലട്ടോ എന്ന് പറയല്ല. ഇവരോട് അള്ളാഹ്ക്ക് സ്നേഹം ഉണ്ടാവുമ്പോൾ ഇവരുടെ അപേക്ഷ അള്ളാഹു പരിഗണിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഈ താലിം പാലില്ലാത്ത ആളുകളാണ് ഇതൊക്കെ തെറ്റായിട്ട് മനസ്സിലാക്കിയതും തൗഹീദിനെതിരാന്ന് മനസ്സിലാക്കിയതും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാന്ന് മനസ്സിലാക്കിയതും. അവർക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധിയും ഹിദായത്തും കൊടുക്കട്ടെ. നമ്മൾ ദുആരക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എത്ര സുന്ദരമാണ് ഈ പറയുന്ന വചനങ്ങളൊക്കെ. വല്ലാത്ത സുന്ദരമായ വചനങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മളെ മക്കൾ നന്നായി കിട്ടണം. അവർ നന്നായി കിട്ടേണ്ടത് നമ്മുടെ വിജയത്തിന് അത്യാവശ്യമാണ്. കുറേ വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ ഇന്നലെ വന്നതുപോലെ ഒരു പ്രത്യേകമായ മാറ്ററുമായിട്ട് വന്നതല്ല. ഇഷ്ടംപോലെ വിഷയങ്ങളുള്ളത് കൊണ്ട് ഖുർആനുമായിട്ട് ഇങ്ങനെ കടന്നു വന്നു. ഖുർആൻ ഇങ്ങനെ മറിച്ചപ്പോൾ കാണുന്നത് ഇങ്ങനെ പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ ഇനിയും കുറേ പറയാനുണ്ട് മക്കളെ പരിപാലിക്കുന്നതുമായിട്ട്. തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞങ്ങളോട് നേരം വൈകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു 8:10 ആകുമ്പോൾ തുടങ്ങി 10:15 ആയി. അപ്പം അതുകൊണ്ട് ഞാൻ കൃത്യസമയത്ത് നിർത്തുന്നു ഞങ്ങളോട് പറഞ്ഞാൽ അത് ഞാൻ പാലിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എത്ര കാര്യങ്ങൾ, മക്കളോടുള്ള ബാധ്യതകളൊക്കെ കുറേ പറയാനുണ്ട്. അതിലേക്കൊന്നും കടന്നിട്ടില്ല. മതി. ഈ പറഞ്ഞത് നമ്മൾ പ്രാവർത്തികമാക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ നന്നാവും. നമ്മളെ മക്കളൊക്കെ നന്നാവാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദ്വാരക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഇനി നീട്ടുന്നില്ല, പ്രാർത്ഥനയും നീട്ടൂല. സാധാരണ ചെറിയ ദുആ ചെയ്യൽ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ദുആക്ക് ഉണ്ടാവുന്ന ഉസ്താദ് പറഞ്ഞു. ചെറിയൊരു ദുആ നമ്മൾ അന്തതത്തിൽ ചൊല്ലും. എന്നിട്ട് എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയ ദുആ നടത്തും. 10 മിനിറ്റ് കൊണ്ട് സാസെന്ന് പോകാം, അതിലേറെ നീളൂല എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ആദ്യം അന്തതത്തിലൂടെ ചൊല്ലുന്നു. അത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് ദുആക്കും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മദീനയിലേക്ക് കൽബ് തിരിച്ച് പിടിച്ചിട്ട് ചെല്ലുക. അന്തതത്തിലൂടെ ആ 7 ബൈത്തുകൾ കഴിഞ്ഞാൽ സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആക്കാം. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي أنت منجينا ودا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي الشفيع الأبتحي والحبيب ارتكبت على الخطا غير أسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي إننا نرجو إلى كأس حوضك للتاس يوم نشر كتابي يا سيدي خير النبي
الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي الصلاة على النبي وسلامة دائمة لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്ക് പരിപാടി നിർത്താൻ സമയമായി. ഒരു ബൈക്കിന്റെ ചാവി പോയിട്ടുണ്ട്, കിട്ടുന്നവർ ഇവിടെ എത്തിക്കണമെന്ന് അറിയിക്കുന്നു. കുറെ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പേര് വായിച്ചിട്ട് സമയം കളയുന്നില്ല. എല്ലാവർക്കും വേണ്ടിയും ഈ സമയത്ത് ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. പ്രത്യേകിച്ച് വിദേശത്തിൽ നിന്ന് നമ്മൾ പരിപാടി വീക്ഷിക്കുന്ന പലരും വിളിച്ചിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം അറിയിക്കുന്നു. മറ്റൊരു കാര്യം നേരത്തെ അറിയിച്ചതുപോലെ നാളെ കുത്തുബിയത്താണ്. നമ്മുടെ ഈ പരിസരങ്ങളൊക്കെയും കുത്തുബിയത്ത് നടക്കുന്ന പള്ളികളാണ്, വീടുകളാണ്. എല്ലാവരും ഒന്ന് പങ്കെടുത്ത് എന്താണ് കുത്തുബിയത്ത് എന്ന് പഠിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ട എത്രയോ സയ്യിദന്മാരും ആലിമീങ്ങൾ പങ്കെടുക്കുന്ന ആ വലിയ മജ്‌ലിസിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനത്ത് ഈ കാണുന്ന ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് നിങ്ങൾ ഇരിക്കുന്ന ആ ഇടത്ത് ഒരു ഷെഡായിരുന്നു ഉണ്ടായിരുന്നത്. 7 കൊല്ലം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻജി അദ്ദേഹത്തിന്റെ മുഖ്യ പങ്കുകൊണ്ടാണ് അങ്ങനെ ദീനി സ്ഥാപനത്തിന്റെ ഇവിടെ തറയിടുന്നത്. സത്യത്തിൽ അങ്ങനെ ഉണ്ടായത്. അത് സാന്ദർഭികമായി ഇവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ആ സമയത്ത് കിട്ടിയ ആ ഒരു വലിയ സംഭാവന എന്നും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. മിക്ക സമയത്തും പറയാറും ഒക്കെയുണ്ട്, ദ്വാരക്കലൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളെ ഇപ്പോഴത്തെ അതിനു മുമ്പ് വരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ATS ബാബാജി തുടങ്ങിയ കുറെ ആളുകൾ നമുക്ക് പ്രത്യേകം ദ്വാരക്കാറുണ്ട്. എല്ലാവർക്കും ഉസ്താദ് ദുആ ചെയ്യുമെന്ന് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നാളത്തെ മജ്‌ലിസ് മറക്കരുത്. 25-ാം തീയതി, ഈ വരുന്ന 25-ാം തീയതി കൂറ്റമ്പാർ ഉസ്താദ് ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും നേരത്തെ അറിയിച്ചതാണ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹുവിന്റെ അനുസ്മരണവും അതുപോലെ സലാത്ത് മജ്‌ലിസ് ദുആയും നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ആജിയാർ മാത്രമല്ല, ഒരുപാട് ആളുകൾ ദീനിനെ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. അദ്ദേഹം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ആളുകൾക്ക് വേണ്ടി, അത് അവരെ മുൻചാക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മളെപ്പോഴും ദുആ ചെയ്യും. കാരണം എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംരംഭങ്ങൾക്കും ഞാൻ പൊതുവെ ഈ പിരിവും കാര്യമായിട്ടും അല്ലാതെ ഇറങ്ങാത്ത ഒരാളാണ്. വളരെ അപൂർവമായിട്ട് എന്തോ അത്യാവശ്യ കേസുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വാത് പറഞ്ഞിങ്ങനെ പോകലാണ് സാധാരണ പതിവ്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പല ഘട്ടങ്ങളിലും ഹാജിയാരെയും അതുപോലെ അത്തരം ഉദാരമതികളായ ആളുകളെയൊക്കെ സമീപിച്ചപ്പം അവരൊന്നും തട്ടിയിട്ടില്ല. നല്ല സംഭാവനകൾ ഉള്ളതിനനുസരിച്ച് സാഹചര്യം പോലെ നൽകാറുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ സമ്പത്തിന് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. പഠിച്ചോനെ, ഈ 2 ദിവസത്തെ ദുനിയാവ് 10 പൈസയുടെ സൗകര്യവും ഇല്ല. ദുനിയാവിലെ മൊത്തം സൗകര്യം ഒരു 10 പൈസന്റെ സൗകര്യം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും നിലനിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു അന്തസ്സാണ്. നീ നിലനിർത്തി തരണേ അല്ലാഹ്. പക്ഷെ അതിലപ്പുറം ഞങ്ങൾക്ക് വേണ്ടത് കാലാകാലം ജീവിക്കുന്ന ജീവിതത്തിന് സന്തോഷമാണ്. പടച്ചോനെ, അവർക്കും ഞങ്ങൾക്കും ദീനിനെ സഹായിക്കുന്ന എല്ലാവർക്കും ഈ ഈ സദസ്സിൽ ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളും നടത്തിയ എല്ലാവർക്കും നീ അത് നൽകണേ അല്ലാഹ്. പരലോകത്ത് വിജയിപ്പിക്കണേ അല്ലാഹ്. പരലോകത്ത് വിജയിപ്പിക്കണേ അല്ലാഹ്. എപ്പോഴും ആചാര്യയുടെ കൂടെ ഉണ്ടാകുന്ന ആളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ
സയ്യിദ് അവർകൾ. ഈ നാട്ടുകാർ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നതാണ്, പരിചയമുള്ളതാണ്. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നാളെ ഉപ്പാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവരെയും ഞങ്ങളെയും നമ്മളെയും മുഹിബ്ബീങ്ങളെയും ഒക്കെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹു ഖായിബാക്കാതിരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സിലുള്ള ആണ് പെണ്ണ്, ചെറിയവർ വലിയവർ, മുതലാളിമാർ, സാധുക്കർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ എല്ലാവരെയും നിനക്കറിയാം. ഓരോരുത്തരുടെയും യോഗ്യതയും നിനക്കറിയാം. എത്ര ആൾക്ക് നിന്നോട് ചോദിക്കാൻ അർഹതയുണ്ട്, ഇല്ലാത്തതിനൊക്കെ നിനക്കറിയാം. റബ്ബേ, ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിലും നീ തരാൻ പറ്റിയവനാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചോദിച്ചിട്ട് ഇന്നുവരെ ഞങ്ങളെ നീ തട്ടിയിട്ടില്ല. അതൊരു നിലക്കല്ലെങ്കിൽ നീ മറ്റൊരു നിലക്ക് തരാറുണ്ട്. പടച്ചോനെ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ് സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഖിദ്മകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അയൽപക്കങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നാട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഉസ്താദുമാരിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചോനെ, ഇന്നലെ ഞങ്ങൾ അവതരിപ്പിച്ച കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബവുമായിട്ട് പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ നല്ല ബന്ധത്തിലാക്കണേ അല്ലാ. മിനിയാന്നും അതിന്റെ തലേന്നും ഞങ്ങൾ അവതരിപ്പിച്ച മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഒരു ദിവസം വേറിട്ട് ഉമ്മ എന്നൊരു വിഷയം അവതരിപ്പിച്ചു. പടച്ചോനെ, ഇതൊക്കെ കേട്ട് മാതാപിതാക്കളോടുള്ള ബന്ധം നന്നാക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറ് വരുത്തണേ അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. നഷ്ടം വരുത്തരുത് റബ്ബേ. ദുന്യാവിലും ആഖിറത്തിലും ലാഭമാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിത കച്ചവടം നീ ലാഭകരമാക്കണേ അല്ലാ. അത് നാളെ പരലോകത്താ തിരിച്ചറിയ. പടച്ചോനെ, ആ ജീവിത കച്ചവടം നീ ലാഭകരമാക്കണേ അല്ലാ. പടച്ചോനെ, നീ ലാഭകരമാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിന്റെ വഴിയിൽ ചെലവഴിക്കാനുള്ള ഹലാലായ സ്വത്ത്, നീ ഇഷ്ടപ്പെടാത്ത ഒരു പൈസയും ഞങ്ങൾക്ക് വേണ്ട, ഹലാലായ സ്വത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചോനെ, റഹ്മുറാഹിമായ റബ്ബേ, ഞങ്ങളെ എല്ലാമായ ഖമറുൽ ഉലമ, ഞങ്ങളെ ഉസ്താദ്, അല്ലാഹുവേ, ഒരുപാട് കാലം ഇനിയും നീണ്ട ആയുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ആയുസ് നൽകണേ അല്ലാ. പടച്ചോനെ, റഈസുൽ ഉലമക്ക് നൽകണേ അല്ലാ. സുലൈമാൻ ഉസ്താദിന് നീണ്ട ആയുസ് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ താജുൽ ഉലമയോടൊപ്പം നാളെ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചോനെ, ഈ പ്രസ്ഥാനത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഈ പ്രസ്ഥാനത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഈ പ്രസ്ഥാനത്തെ വീഴ്ത്താൻ വേണ്ടി, ഇതിന് പാര വെക്കാൻ വേണ്ടി ആരൊക്കെ നടക്കുന്നുണ്ടോ പടച്ചോനെ, അവരെയൊക്കെ നിനക്കറിയാം. പടച്ചവനെ, അവരുടെ ഷർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ പ്രസ്ഥാനത്തെ നീ കാക്കണേ അല്ലാ. അവർക്കൊക്കെ നല്ല ബുദ്ധി നൽകണേ അല്ലാ. ഉസ്താദുമാരുടെ കുരുത്തക്കേട് സമ്പാദിക്കാൻ മാത്രം ഇറങ്ങി പുറപ്പെട്ടവരാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ചിലരെ ഞങ്ങൾ കാണുന്നു, വേദനിക്കുന്നു. അല്ലാ, ഞങ്ങളെ കൂട്ടുകാരെ നീ വഷളാക്കല്ല അല്ലാ. അല്ലാഹുവേ, അവരെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ നല്ല മനസ്സ് നൽകണേ അല്ലാ. നിന്നോട് ശുക്ർ ചെയ്യാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ. മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സക്കരിയ നബിയുടെ ബർക്കത്തുകൊണ്ട്, യഹ്യാ നബിയുടെ ബർക്കത്തുകൊണ്ട്, ഇസ്മായിൽ നബിയുടെ ബർക്കത്തുകൊണ്ട്, ഇബ്രാഹിം നബിയുടെ ബർക്കത്തുകൊണ്ട്. പടച്ചോനെ, മക്കളില്ലാത്തവർ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞവർ, അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അവർക്ക് മക്കളെ നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഅ